ഗുഡ് മോർണിംഗിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ കൗമുദി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഗസ്റ്റായി എത്തിയിരിക്കുന്നത് ടെക്നോ പാർക്കിന്റെ ചീഫ് ഫിനാൻസ് ഓഫീസറും ടെക്നോ പാർക്ക് TBIയുടെ സെക്രട്ടറി ആൻഡ് രജിസ്ട്രാറുമായിട്ടുള്ള ശ്രീ KC ചന്ദ്രശേഖരൻ നായർ സാറാണ്. സാറിനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം സാർ, ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് നമുക്ക് പറയാവുന്ന ഏകദേശം 40,000-ഓളം എംപ്ലോയീസ് ജോലി ചെയ്യുന്ന 350-ലധികം കമ്പനീസ് ഉള്ള ഒരു സ്ഥലമാണ് ടെക്നോളജി പാർക്ക് എന്ന ടെക്നോ പാർക്ക്. എങ്ങനെ പോകുന്നു ഇതിന്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ? ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് വളരെ നന്നായിട്ട് പോകുന്നു. അത് തുടക്കം മുതലുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്നോ പാർക്ക് തുടങ്ങുന്നത് 1990-ലാണ്. 90-ൽ തുടങ്ങി കരുണാകരൻ സാറിന്റെ ആ ഒരു അല്ല, അന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഗൗരിയമ്മ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തുടങ്ങിയതാണ് നമ്മൾ. അന്ന് മുഖ്യമന്ത്രി ആയിരുന്നു, ഇപ്പം ജീവിച്ചിരിപ്പില്ല, നമ്മുടെ പ്രിയപ്പെട്ട EK നായനാരായിരുന്നു അന്നത്തെ കേരള മുഖ്യമന്ത്രി. അപ്പോൾ ആ സമയത്ത് തുടങ്ങി. അത് ആ 90-ൽ ഏതാണ്ട് മാർച്ചിലാണ് നമ്മൾ അതിന്റെ തറക്കല്ലിട്ട് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഏതാണ്ട് ഈ പാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, നേഷനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് 1995-ലാണ്. അത് അടുത്ത ഗവൺമെന്റിന്റെ UDF ഗവൺമെന്റിന്റെ കാലത്താണ്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ PV നരസിംഹറാവു അദ്ദേഹമാണ് ഇവിടെ വന്ന് ഈ പാർക്ക് നേഷനെ ഡെഡിക്കേറ്റ് ചെയ്തത്. നേഷൻ ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ പാർക്കായിരുന്നു ടെക്നോ പാർക്ക്. ഇതേപോലുള്ള ഒരു പ്രോജക്റ്റ് വേറെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഇന്ത്യയിൽ അതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ പാർക്ക് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ടെക്നോ പാർക്കിന്. അതും ഏഷ്യയിൽ അന്ന് 1-2 പാർക്കുകളേ ഉള്ളൂ. നമ്മൾ മോഡൽ ചെയ്ത് സിഞ്ചു സയൻസ് പാർക്ക് ഹോങ്കോങ്ങിൽ ഒരു പാർക്കുണ്ട്. അതൊരു സയൻസ് ആൻഡ് ടെക്നോളജി പാർക്കാണ്. അപ്പോൾ അതിൻ്റെ അതേ മോഡലിൽ അന്ന് നമ്മൾ പാർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഈ 89-ൽ അന്നത്തെ മിനിസ്ട്രി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ അവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ കമ്മിറ്റി മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ അന്ന് കുറേ രാജ്യങ്ങളിൽ, ഇപ്പം ഹോങ്കോങ്ങിൽ പോയി, ഏഷ്യയിൽ ഹോങ്കോങ്ങിൽ പോയി, കൊറിയയിൽ പോയി, പിന്നെ USA കുറേ സ്ഥലങ്ങളിൽ പോയി, സിലിക്കൺ വാലി പോയി. അപ്പോൾ ഇവിടുത്തെ പോയി കുറേ മോഡലുകൾ കണ്ടിട്ട് ഈ മോഡലിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ മോഡലിൻ്റെ എല്ലാം നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു പുതിയൊരു മോഡലിന് കൊടുക്കുകയാണ് ചെയ്തത്. അതും ഈ മറ്റു പല പാർക്കുകളും ഗവൺമെന്റ് 100% ഗവൺമെന്റ് ഓൺഡ് പാർക്ക് അല്ലാതിരുന്ന ഒരു സമയത്ത് നമ്മുടെ അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൻ്റെതായ ആ ഒരു ഗൗരവത്തോടെ സ്റ്റേറ്റ് ഓൺഡ് ഒരു പബ്ലിക് പാർക്കായിട്ട് അതിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അന്ന് ചെയ്തതാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊരു എന്നുവെച്ചാൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയും സമ്പദ് വ്യവസ്ഥയെയും അതിലുപരി നമ്മുടെ ഒരു വ്യാവസായിക അന്തരീക്ഷത്തെ തന്നെ 100% മാറ്റിമറിച്ച ഒരു ഇനിഷ്യേറ്റീവായിട്ട് നമുക്ക് ടെക്നോ പാർക്കിനെ കുറിച്ച് പറയാം. ഇപ്പം 40,000 എംപ്ലോയീസ് എന്ന് പറഞ്ഞു. ഏതാണ്ട് ഇപ്പം നമ്മൾ 50,000-ഓളം എംപ്ലോയീസായി. അതുകൂടാതെ ഈ 350-ഓളം കമ്പനികൾ, അത് ഈ 350-ഓളം കമ്പനികളിൽ ഏതാണ്ട് 85-90% കമ്പനികളും ഹോം ഗ്രൗണ്ട് കമ്പനികളാണ്. നമ്മൾ ഇവിടെ തന്നെ ഈ നട്ട് നനച്ച് വളർത്തിയെടുക്കുക എന്ന് പറയുന്ന അതേ രൂപത്തിൽ നമ്മൾ ഇവിടെ തുടങ്ങിയ കമ്പനികളാണ്. കുറച്ച് ഒരു 10-15% കമ്പനികളുള്ള പുറത്തുനിന്ന് വന്നത്. ഇപ്പം TCS, ഇൻഫോസിസ്, ഒറക്കിള്, UST ഇവിടെ നമ്മൾ ഹോം ഗ്രൗണ്ട് കമ്പനിയാണ്. UST, IBS, നെസ്റ്റ് ഒക്കെ പോലുള്ള കമ്പനികൾ ഇവിടെ 10 പേരായിട്ട് തുടങ്ങി ഇപ്പം 4,000, 5,000, 6,000 പേരായിട്ട് വളർന്നു വന്നു. IBS ഒക്കെ ഉള്ള കമ്പനികൾ, ഏണസ്റ്റ് ആൻഡ് യങ്, ജെമിനി, കുറെ കമ്പനികളുണ്ട്. അപ്പോൾ ഈ നെസ്റ്റും ഇതേപോലെ തന്നെയായിരുന്നു. ഇതൊക്കെ തന്നെ നമ്മൾ നമ്മുടെ അന്നൊരു കാലത്ത് ഇവർക്ക് തുടങ്ങുന്ന കാലത്ത് 95, 96, 2000-ന് പുറകിലുള്ള ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മുടെ ഇപ്പം സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എല്ലാ കാലത്തും ടെക്നോ പാർക്കിനെ അത് മാറി മാറി വരുന്ന ഏത് ഗവൺമെന്റ്, LDF ഗവൺമെന്റ് ആയാലും UDF ഗവൺമെന്റ് ആയാലും 100% ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സപ്പോർട്ടിന് ചില ഏറ്റക്കുറച്ചിലുണ്ടാവുന്നുള്ളതല്ലാതെ ഇപ്പം ഒരു ഗവൺമെന്റ് 10 കോടി തരുന്നു, ചിലപ്പം അടുത്തത് ഗവൺമെന്റിന് അത്രയും നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിരിക്കും. നമുക്ക് പുതിയൊരു ബിൽഡിംഗ് നമുക്ക് കെട്ടണമെന്നുണ്ടെങ്കിൽ, പുതിയ കുറേ ലാൻഡ് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫണ്ട് തരും. അതില്ലെങ്കിൽ അതനുസരിച്ചുള്ള ഫണ്ട് തരും. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് യഥേഷ്ടം എല്ലാ ഗവൺമെന്റും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു എന്താ പറയുക, നമുക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കുറഞ്ഞിട്ട് ടെക്നോ പാർക്കിന്റെ ഓട്ടോണോമി തന്നതിന്റെ ഫലമാണ് ഇന്ന് ടെക്നോ പാർക്കിന്റെ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കേരളം എന്ന് പറയുന്ന മിക്കവാറും ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും
യൂണിയൻ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഒരുപാട് നല്ല വശങ്ങളും ഉണ്ട്, ദോഷ വശങ്ങളും ഉണ്ട്. എങ്ങനെയാണ് ടെക്നോ പാർക്ക്, അതായത് ടെക്നോ പാർക്കിൽ ഇതുവരെ ഒരു യൂണിയനും ഉണ്ടായിട്ടില്ല, അതിനുള്ള സാഹചര്യം അനുവദിക്കുന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് നല്ല രീതിയിൽ ടെക്നോ പാർക്കിന്റെ വളർച്ചയെ സഹായിച്ചത്? അതെങ്ങനെയാണ് ഒരുപക്ഷെ ഒരു തരത്തിൽ അത് നല്ലതാകുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ഭാഗത്തൊരു ലോസ് ഉണ്ടാവുന്നല്ലോ, അതെങ്ങനെയാണ് സാറിന്റെ നിരീക്ഷണത്തിൽ? അത് ക്വസ്റ്റ്യൻ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. എന്നുവെച്ചാൽ ഇപ്പം യൂണിയനുകൾ ടെക്നോ പാർക്കിൽ ഉണ്ടായിട്ടില്ല. അതേസമയം അത് യൂണിയനുകൾ എന്ന് പറയുന്നത് ടെക്കേഴ്സിന്റെ ഇടയ്ക്ക് നമുക്ക് യൂണിയൻ ഉണ്ടായിട്ടില്ല. കാരണം ടെക്കേഴ്സ് പൊതുവേ നമുക്ക് കേരളത്തിൽ പണ്ട് മുതലേ തന്നെ പണ്ട് ഏറ്റവും കൂടുതൽ യൂണിയന്റെ അതിപ്രസരം ഉണ്ടായിരുന്ന ഒരു കാലത്ത് പോലും ഈ ഒരു വൈറ്റ് കോളർ ജോബ്സ് ഉള്ള ആൾക്കാർ, ഓഫീസുകളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഈ യൂണിയൻ പ്രവർത്തനത്തോട് പൊതുവെ അത്ര ആഭിമുഖ്യമില്ലായിരുന്നു, ഒരു വിമുഖതയായിരുന്നു. പിന്നെ മറ്റ് ജോലി ഇപ്പൊ മാനുഫാക്ചറിങ് ജോലിയോ അതുപോലുള്ള ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഈ യൂണിയൻ പ്രവർത്തനങ്ങളിൽ താല്പര്യം. അപ്പൊ ഇതിന്റെ ഒരു മറുവശമായിട്ട് തന്നെ ഇപ്പം നമ്മൾ ഇപ്പം ടെക്കേഴ്സിന്റെ ഒരു മുഖമുദ്ര തന്നെ ശരിക്കും നമ്മൾ ടൈ ഒക്കെ കെട്ടി അതിൻ്റെതായ രീതിയിൽ വിത്ത് ഫുൾ ഇപ്പം യൂണിഫോം ഉണ്ടെങ്കിൽ യൂണിഫോം ഇട്ട് പിന്നെ ചിലപ്പം ഓവർ കോട്ടും ജാക്കറ്റും ഒക്കെ ധരിച്ചു വരുന്ന അവർക്ക് ഈ പുറത്തിറങ്ങി പോയിട്ട് മറ്റേ ആൾക്കാർ ചെയ്യുന്ന പോലെ ഒരു മുദ്രാവാക്യം വിളിക്കുകയോ അല്ലെങ്കിൽ ഈ യൂണിയൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യാനുള്ള സ്വാഭാവികമായ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതിലൊക്കെ ഉപരി യൂണിയൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ച് നിന്നാലേ അവർക്ക് വേതനം, ആവശ്യത്തിനുള്ള വേതനം, ജീവിക്കാൻ ആവശ്യമായ വേതനം കിട്ടും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ IT ബിസിനസ് കേരളത്തിലേക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് IT-ക്ക് മറ്റ് ഇൻഡസ്ട്രികളിൽ കിട്ടുന്നതിനേക്കാൾ വളരെ കൂടുതൽ വേതനം, അതിപ്പം പലരും ഇപ്പം അതിൻ്റെ ഒരു ദോഷവശമായിട്ട് തന്നെ പറയാറുള്ളൊരു സംഭവമാണ്. അപ്പോൾ വളരെ കൂടുതൽ വേതനം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വേതനത്തിന് വേണ്ടി സമരം ചെയ്യേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ യൂണിയൻ പ്രവർത്തനത്തിന് ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഈ യൂണിയൻ പ്രവർത്തനം ടെക്കേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇതിന് മറുവശം എന്താണെന്ന് ചോദിച്ചാൽ ഈ മറ്റ് യൂണിയൻകാർ ഇപ്പം നമുക്ക് കയറ്റിറക്ക തൊഴിലാളികൾ ഇപ്പം അവിടെ ഇഷ്ടംപോലെ വർക്കുകൾ നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പം ബിൽഡിംഗ് വർക്കുകൾ നടക്കും, മറ്റ് പലതരത്തിൽ. അപ്പം ഈ വർക്കുകളിൽ അവിടുത്തുള്ള ആൾക്കാർക്ക്, ഈ ടെക്നോ പാർക്കിന്റെ ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാർക്ക്, യൂണിയനിലുള്ള ആൾക്കാർക്ക്, ഇല്ലാത്ത ആൾക്കാർക്കും ഇതിലേക്കൊരു താല്പര്യം വരാം. കാരണം അവർക്ക് പറ്റുന്ന ജോലികൾ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അത് ഇപ്പം അവിടുന്ന് നമ്മളിപ്പം ഈ ലാൻഡ് അക്വയർ ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാരെ നമ്മൾ അവിടുന്ന് ഒഴിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒഴിപ്പിക്കുന്ന ആൾക്കാർക്ക് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ, ഇപ്പം പുരുഷന്മാർക്കാണെങ്കിൽ അവർ യൂണിയൻ പ്രവർത്തനത്തിൽ യൂണിയൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അതിൻ്റെ അകത്ത് വരാനും അവിടെയുള്ള മറ്റു ജോലികളിൽ ഇപ്പം കൺസ്ട്രക്ഷൻ വർക്കാണെങ്കിൽ അതിലും മറ്റേത് തരത്തിലുള്ള ജോലി, കയറ്റിറക്കാണെങ്കിൽ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വളരെ ന്യായമായിട്ടുള്ള കൂലി കൊടുക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ആദ്യം മുതലേ ചെയ്തു വെച്ചിരുന്നു. അത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. കാരണം ഇവരാർക്കും സമരം ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഇനി ആരെങ്കിലും സമരം ചെയ്യുന്ന തന്നാൽ പോലും നമ്മുടെ അനുഭവത്തിൽ, ഈ 23 വർഷത്തെ അനുഭവത്തിൽ അവിടെയുള്ള യൂണിയൻകാർ തന്നെ ഇവരെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഒരു വളരെ നല്ലൊരു അനുഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ ജീവിക്കാൻ വേണ്ട രീതിയിലുള്ള സാമ്പത്തിക ചുറ്റുപാടുകൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, സൗകര്യങ്ങളൊക്കെ അവിടെ ഞങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട രീതിയിൽ ഇപ്പം യൂണിയൻകാർക്ക് കയറ്റിറക്കാനൊക്കെ ആണെങ്കിൽ ഇന്ന ഐറ്റത്തിന് ഇത്ര രൂപ എന്നുള്ളത് നമ്മളവിടെ ഈ യൂണിയൻകാരുമായിട്ട് തന്നെ സംസാരിച്ച് അതിനെ എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുന്നവരെയാണ്. അപ്പോൾ അവർക്കും സമരം ചെയ്യേണ്ട കാര്യമില്ല. അവർ ജോലി ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള പൈസ അവർക്ക് കിട്ടും. അപ്പോൾ ആ തരത്തിൽ രണ്ട് തരത്തിലും നമുക്കത് പ്രയോജനപ്പെടുത്തണം, നല്ലത് തന്നെയാണ്. വെൽക്കം ബാക്ക് ടു ഗുഡ് മോർണിംഗ്. ടെക്നോ പാർക്കിലെ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ശമ്പളം മാസം ആദ്യം കിട്ടുന്നവരാണ് എല്ലാവരും. പക്ഷേ ഇതേ 80,000-ഉം 90,000-ഉം ലക്ഷങ്ങളും മേടിക്കുന്നവരുടെ കൂടെ തന്നെ 5,000 രൂപയ്ക്ക് താഴെ ശമ്പളം കിട്ടുന്നവരും ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിസ്പാരിറ്റി വരുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ ബേസിക് ആയിട്ട് ഒരാളെ നമ്മുടെ ഭരണഘടന പോലും എൻഷുർ ചെയ്യുന്നത് നമുക്ക് ഒരു നോർമൽ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സിനും അപ്പുറത്ത് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു വേതനം ലഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു CFO എന്നുള്ള നിലയിൽ അതിൻ്റെ മറ്റ് കമ്പനീസ് നൽകുന്ന വേതനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള അധികാരങ്ങളും കമ്പനിയുടേതായിട്ടുള്ള അവരുടെ അധികാരങ്ങളുണ്ട് എങ്കിൽ പോലും ഒരു ടോട്ടൽ വെൽബീയിങ്ങിൻ്റെ പാർട്ടായിട്ട് അത് എൻഷുർ ചെയ്യാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്താറുണ്ടോ?
അത് എൻഷുർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് 2-3 വശങ്ങളുണ്ട്. ഒന്ന്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന 80,000, 90,000, 1 ലക്ഷം ഒക്കെ കിട്ടുന്നത് ഈ മൊത്തം എംപ്ലോയീസിന്റെ ഒരു 10% മാത്രമേ ഉള്ളൂ. ഏറ്റവും ടോപ്പിലുള്ള ഒരു മിഡിൽ ലെവലിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് മിഡിൽ ലെവലിലായിരിക്കും. കാരണം ഇപ്പം സോഫ്റ്റ്വെയർ ഫീൽഡിലാണെങ്കിൽ ഒരു പ്രോജക്ട് ലീഡ് മുതൽ മേലോട്ടുള്ള ആൾക്കാർ, ആ മിഡിൽ ലെവൽ ഒരു ആൾക്കാർക്ക് ഇവർക്കൊക്കെ ഏതാണ്ട് ഒരു 50,000-നും 60,000-നും ഇടയ്ക്ക് ശമ്പളം കിട്ടുന്നവരാണ്. അതേസമയം ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലാണ്. ഈ ഡെവലപ്മെന്റിൽ ഇത്രയും ശമ്പളം കൊടുക്കാൻ കമ്പനികൾക്ക് സാധിക്കുന്നത് അവർക്ക് ക്ലയന്റ് ബില്ലിങ്ങിൽ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു ശതമാനം എംപ്ലോയീസിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അതേസമയം നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനികൾ മാത്രമല്ല അവിടെ ഉള്ളത്. അവിടെ നമുക്ക് BPO കമ്പനീസ് ഉണ്ട്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗിൽ. അത് മെഡിക്കൽ ആണെങ്കിലും ലീഗൽ ആണെങ്കിലും ഔട്ട്സോഴ്സിംഗ് കമ്പനീസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഇൻക്യുബേഷൻ കമ്പനികളുണ്ട്. ഈ ഇൻക്യുബേഷൻ കമ്പനികൾ എന്ന് പറഞ്ഞത് സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്. ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ പറഞ്ഞാൽ ഒരു 4 പേര് 5 പേരല്ലേ കുട്ടികളായിരിക്കും, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും വന്ന് ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞ ഉടനെ അവരൊന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അവർ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പം തുടക്കത്തിൽ അവർക്ക് 4 പേരുടെ ഇത് മതിയായിരിക്കും. അവരൊരു 5 പേരെ പുതുതായിട്ട് ജോലിക്ക് എടുത്തിരിക്കുന്നത്. ഈ 5 പേരെ ജോലിക്ക് എടുക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന 80,000, 90,000 ശമ്പളം കൊടുക്കാൻ പറ്റില്ല. ഈ പിള്ളേരുടെ ഈ കമ്പനിക്ക് തന്നെ ഞങ്ങൾ തന്നെ ഫണ്ട് ചെയ്യുന്നൊരു ഇതാണത്. കാരണം അവർക്ക് 25 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ സീഡ് ഫണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഒരു കൈത്താങ്ങായിട്ട് ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്ന ഒരു കമ്പനിക്ക് അവർക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അപ്പം ഈ പരിധി ഈ വരുന്ന കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ്. അല്ലെങ്കിൽ എന്നേ ഇവരൊക്കെ സമരം ചെയ്തേനെ. അപ്പം ഇത് ഡയറക്ട്ലി റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ അൺഎംപ്ലോയ്മെന്റിനെയാണ്. ഇപ്പം നമുക്ക് 50,000-ന് മുകളിൽ ഈ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റുണ്ട്. കാരണം 53,000 സീറ്റ് അവൈലബിൾ ആണ് എല്ലാ വർഷവും. ഈ 53,000 പേര് കോളേജിലേക്ക് കയറുമ്പോൾ ഓരോ വർഷവും ഒരു 53,000 തിരിച്ചിറങ്ങുകയാണ്. അതിൽ നമുക്ക് ജോലി കിട്ടുന്ന എത്ര പേർക്കാണ്? എംപ്ലോയബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഒരു 15%, 20% കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോൾ ബാക്കി ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ്. ഈ പുറത്ത് നിൽക്കുന്നതിൽ തന്നെ ഒരു 50% സപ്ലിമെന്ററി പേപ്പേഴ്സ് കാണും. ഇപ്പം എല്ലാ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടല്ല ഇവർ പുറത്ത് വരിക. അപ്പോൾ ഈ പാസ് ഔട്ട് ആകണമെങ്കിൽ 1 വർഷം കഴിയും. ഈ 1 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പറ്റുന്നത് എന്നതാ, ഇവർ ഫ്രഷേഴ്സ് അല്ലാതാവും. അടുത്ത 53,000 വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് ജോലി കിട്ടണമെങ്കിൽ ജോലി കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാലേ ഒരു വലിയ കമ്പനി നമുക്ക് പോകാനൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ഇന്റർവ്യൂവിന് ഫേസ് ചെയ്യണമെങ്കിൽ പോലും ഇത് ഉണ്ടെങ്കിലേ പറ്റും, അവർ വിളിക്കുള്ളൂ. അപ്പോൾ ഇവർ ചെയ്യുന്നത് വെച്ചാൽ 5,000 5,000, 6,000 6,000 നമുക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം. ഇതിന് കയറുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുകയും അതേസമയം പുതിയ ലാംഗ്വേജുകളോ മറ്റോ പഠിക്കുകയും ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് അവരതിനെ കാണുന്നതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാറില്ല. പക്ഷേ ഡിസ്പാരിറ്റി ഉണ്ടെന്നുള്ളത് ഇപ്പം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാനത് ഒളിച്ചു വെച്ചിട്ടോ ഇല്ലയെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അതിന് ഡിസ്പാരിറ്റി ഉണ്ട്. പിന്നെ കോൾ സെന്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ കോൾ സെന്റേഴ്സിലാണെങ്കിലും ശമ്പളം പൊതുവെ കുറവായിരിക്കും. അത് ഇത് ഈ ഒരു കാറ്റഗറി അവിടെ കൂടുതലില്ല. ഒരു 10-30% ആൾക്കാരും ഈ ഒരു കാറ്റഗറിയിലാണ്. പക്ഷെ അവർക്ക് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഓപ്പർച്യൂണിറ്റി കൂടുതൽ വരും. ഇവർക്ക് എക്സ്പീരിയൻസ് കിട്ടും തോറും ഇവർക്ക് വേറൊരു കമ്പനിയിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ കിട്ടും. അതേസമയം ഇപ്പോൾ BPOയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഓവർ ടൈം വർക്ക് ചെയ്തോ അല്ലെങ്കിൽ ഈ അവരുടെ കഴിവ് തെളിയിച്ചിട്ട് കഴിവിനനുസരിച്ച് കൂടുതൽ ഇപ്പം ബോണസ് കൊടുക്കുന്ന പോലെ കൂടുതൽ ഇത് കാശ് കിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. ആ തരത്തിൽ അവർക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വർഷങ്ങൾ ഇപ്പം നമ്മളിപ്പം ഗവൺമെന്റ് ഒരു ജോലി കിട്ടിയാൽ പോലും മിനിമം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, മിനിമം വേജസ് എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം വേജസ് ഇപ്പം പ്രൈവറ്റ് കമ്പനിയാണ്. ഇപ്പം നേരത്തെ വീണ ചോദിച്ച പോലെ എനിക്ക് മിനിമം വേജ് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ കമ്പനി അവർക്ക് പരമാധികാരമാണ് കമ്പനിയുടെ അകത്ത് വേജ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലും. അതെ, ആ വേജ് ഇഷ്ടമുള്ളവർ അത് മതി എന്ന് തോന്നുന്നവർ വന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പുറത്ത് നിന്നിട്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഇടപെടാം. നമുക്ക് പറയാൻ പറ്റും അവരോട് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ വിത്ത് വളരെ കുറവാണ്, നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അവരെ ഒന്ന് കൺസിഡർ ചെയ്യണം. അതേപോലെ ശമ്പളം മാത്രമല്ല വേണ്ടത്, കുറേ നമുക്ക് സോഷ്യൽ ഈ കമ്പനി എംപ്ലോയി വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാം, യൂണിഫോം കൊടുക്കാം, ഫുഡ് കൊടുക്കാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കും. പിന്നെ അവർക്ക് ഈ മറ്റേ കളിക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ ഈ ലിഷർ ടൈമിൽ അവർക്ക് ഞങ്ങളുടെ ടെക്നോ പാർക്കിൽ ക്ലബ്ബും മറ്റു കുറേ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ കമ്പനി ചെലവിൽ കമ്പനി ചാർജ് കൊടുത്തിട്ട് ഈ എംപ്ലോയീസിനെ വിട്ട് അതിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു അവസരങ്ങൾ. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഈ എംപ്ലോയീസിന് ഈ ശമ്പളം മാത്രമല്ല അവരൊരു വലിയൊരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് ആ ഒരു ഫീലിംഗ് വരികയാണ്. അപ്പോൾ ആ ഫീലിംഗ് വളരെ പ്രധാനമാണ്. ചെറുപ്പത്തിൽ ഇപ്പം 10-21 വയസ്സുള്ള ഒരാൾ ഒരു ഇതുപോലെ ഒരു വലിയൊരു ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഒരു 50,000 പേരുടെ ഒരു ക്യാമ്പസിന്റെ പാർട്ടാണെന്നുള്ള ഫീലിംഗ് ഈ ശമ്പളം ഇച്ചിരി കുറവാണെന്നുള്ള ആ ഫീലിങ്ങിനേക്കാൾ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അവസ്ഥാ വ്യത്യാസം ഉണ്ടാകാതെ കൊണ്ടുപോകാൻ സാധിക്കും. ഈ
ഹാർമണി അറ്റ് വർക്ക് എന്ന് പറയുന്നതാണല്ലോ ടെക്നോ പാർക്കിന്റെ മോട്ടോ എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അതായത് ഇപ്പം അകത്ത് വർക്ക് ചെയ്യുന്ന കമ്പനീസ്, ഈ 385 കമ്പനീസും അല്ലെങ്കിൽ 300-ൽ പരം കമ്പനീസ് വരുമ്പോൾ ഇവരുടെ പലരും തമ്മിൽ കോമ്പീറ്റ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ ബിസിനസ് ആർക്ക് ഉണ്ടാവുന്നു, അവരുടെ ടേൺ ഓവർ, ഇപ്പം ഒബ്വിയസ്ലി ഇൻട്രസ്റ്റിൽ കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെ ഹാർമോണിയസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അപ്പോൾ അത് പലരും അത്ഭുതപ്പെടുന്ന ഒരു സംഭവമാണ്. ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ഹാർമോണിയേറ്റ് വർക്ക് നമ്മുടെ ഒരു പഞ്ച് ലൈനാണത്. ഹാർമോണിയേറ്റ് വർക്ക്, ഈ ഹാർമോണിയേറ്റ് വർക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും പറയാവുന്നത്, ഇപ്പം വീണയൊക്കെ നമുക്ക് സാധാരണ ഒരാൾ പുറത്തുനിന്ന് ഒരാൾ ഇപ്പൊ ടെക്നോ പാർക്കിനെ കാണുന്നത് അത് എന്തോ മറ്റൊരു ലോകമായിട്ടാണ്. ഈ ആൾക്കാർ പേടിക്കും, ഇതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. ഈ സോഫ്റ്റ്വെയർ സാധാരണക്കാരന് ഇപ്പം നമ്മുടെ ഈ കമ്പനികളിലൊക്കെ 1 ലക്ഷം രൂപ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മാതാപിതാക്കൾക്ക് പോലും ഒരു പക്ഷേ സോഫ്റ്റ് ഡെവലപ്മെന്റ് എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. പിള്ളേരകത്ത് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്ന രാത്രിയിലെ പാതിരാത്രി വരെ ഇരിക്കുന്നു, തിരിച്ച് വണ്ടിയെ കൊണ്ടുവിടുന്നു, പിറ്റേ ദിവസം വെളുപ്പിനെ വീണ്ടും എഴുന്നിട്ട് പോകുന്നു. ഇത് മാത്രമേ അറിയൂ. പക്ഷേ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ തമ്മിലുള്ള ഇപ്പം ഇത് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമ്പസാണ്. അവിടെ 75% എംപ്ലോയീസും 25-30 വയസ്സിന് ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ എന്താണ് കാണുക, പിന്നെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട്. ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ വരുന്ന കുട്ടികൾ 23-24 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണ് പുറത്തേക്ക് വരുന്നത്. ഈ ക്യാമ്പസിൻ്റെ അടുത്ത ക്യാമ്പസ് കേരള യൂണിവേഴ്സിറ്റി അപ്പുറത്തുണ്ട്, യൂണിവേഴ്സിറ്റി ഇപ്പുറത്തോട്ട് ഒരു പടി ഇപ്പുറത്തേക്ക് കഴിഞ്ഞാൽ ടെക്നോ പാർക്ക് ക്യാമ്പസായി. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ വലിയ കമ്പനികൾ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിന് അതിൻ്റെ ഒരു പ്രസക്തമായ ഭാഗം കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ കമ്പനികൾ തമ്മിലല്ല കോമ്പറ്റീഷൻ, ഈ കമ്പനികൾക്കകത്തുള്ള എംപ്ലോയീസ് അല്ല തമ്മിലാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ UST വർക്ക് ചെയ്യാണ്. അപ്പം IBS ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. IBS അഡ്വർടൈസ് ചെയ്യും, സ്വാഭാവികമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇവിടുന്ന് ഒരു എംപ്ലോയി അവിടെ പോയിട്ട് ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്നു. ഇപ്പം 2000 രൂപ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അവർ അപ്പുറത്ത് ചാടും. ഇപ്പം ശമ്പളം അത് ആദ്യത്തെ ലക്ഷ്യം, പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ വർക്ക് എല്ലായിടത്തും ഒരേപോലെയാണ്, സോഫ്റ്റ്വെയർ വർക്ക്. അപ്പം അപ്പുറത്ത് 2000 നമ്മൾ സ്വാഭാവികമായിട്ട് അപ്പം നമ്മളാണെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ടാകും, പോകും. ഇത് കമ്പനിക്കാർ അവിടെ നമുക്ക് പ്രത്യേകിച്ച് GTEC എന്ന് പറയുന്ന അസോസിയേഷൻ ഉണ്ട്, കമ്പനീസിൻ്റെ അസോസിയേഷൻ ഉണ്ട്. ഒരു തരത്തിലും അതിന് പൗച്ചിങ് എന്ന് പറയും. കാരണം ഒരു കമ്പനിയുടെ എംപ്ലോയീസിനെ തിരിച്ച് ഇങ്ങോട്ട് പിടിക്കാനായിട്ട്, അട്രാക്ട് ചെയ്യാനായിട്ട് ബോധപൂർവമായ ഒരു ശ്രമം ഒരു കമ്പനി നടത്തുന്നില്ല. അതേസമയം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കമ്പനിക്കാരും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ അവർ പറയും, ചില കമ്പനികൾ പറയും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം, ചിലർ പറയും ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞാലേ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വെക്കും. അപ്പോൾ ഈ കണ്ടീഷൻസ് വെക്കുന്നത് തന്നെ നമുക്ക് ഈ കമ്പനികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ്, നമ്പർ 1. ഈ രണ്ടാമത് അത് അപ്പം കമ്പനികൾ തമ്മിൽ അങ്ങനൊരു ആരോഗ്യകരമായ മത്സരം, ആ കോമ്പറ്റീഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാനിത് പറഞ്ഞു വെച്ചത്. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഈ ഇൻക്യുബേഷൻ കമ്പനികൾ, ഈ ഇൻക്യുബേഷൻ കമ്പനികളാണ് യഥാർത്ഥത്തിൽ ഹാർമണിയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പ്രേക്ഷകരിൽ ഇൻക്യുബേഷൻ കമ്പനി എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ കാണും. അപ്പോൾ അതിനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന് പറയും. അവിടെ ഞങ്ങൾക്ക് 2006 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു പ്രസ്ഥാനമാണ്. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫണ്ടിങ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ടോടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവ ഈ പാർക്കിനെ കുറിച്ച് തന്നെ ഉള്ളൊരു സങ്കല്പം, ഇതൊരു റിയൽ എസ്റ്റേറ്റ് പോലെയുള്ളൊരു സംഭവമാണ്. കുറേ ലാൻഡ് അക്വയർ ചെയ്യുന്നു, കുറേ ബിൽഡിങ്ങുകൾ അവിടെ കെട്ടുന്നു, ആൾക്കാർ പുറത്തുനിന്ന് കമ്പനികൾ വരുന്നു, അവർ ആൾക്കാരെ ഹയർ ചെയ്യുന്നു, ലാഭം കിട്ടുന്നത് തിരിച്ചു കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സങ്കല്പമാണ് ഇങ്ങനെയുള്ള വലിയൊരു പാർക്ക് എന്ന് പറയുമ്പോൾ വരുന്നത്. പക്ഷേ ഇതിലൊക്കെ ഉപരി നമ്മൾ ഒരു എന്താണ് പാർട്ട് ഓഫ് ദി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR ആക്ടിവിറ്റി ഓഫ് ടെക്നോ പാർക്ക് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ചെയ്യുന്നത് ഇവിടെ തന്നെ നമുക്ക് ഹോം ഗ്രൗൺ ആയിട്ടുള്ള കമ്പനികൾ വന്നാലേ സ്റ്റേറ്റിന് ഗവൺമെന്റ് ആണ് ഇതിൻ്റെ അകത്ത് 50% ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് 2-3 വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഒന്ന്, നമ്മുടെ ഇവിടുത്തെ എംപ്ലോയ്മെന്റ് ജനറേഷൻ. 2, FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുക എന്നുള്ളത്. 3, നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റ്. പുറത്തുനിന്നുള്ള കമ്പനികൾ ഇവിടെ വന്നിട്ട് ഇവിടെ ലാഭം ഉണ്ടാക്കിയിട്ട് അവർ പുറത്തേക്ക് ലാഭം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് വരിക? ഇവിടെ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ മറ്റ് രാജ്യങ്ങളിൽ കൊണ്ട് വിൽക്കുകയും അവിടുന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ഇങ്ങോട്ട് വരികയും ആ വരുന്ന പൈസ മുഴുവൻ, അത് പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് മുഴുവൻ ഇവിടെ തന്നെ ചെലവഴിക്കപ്പെടുകയും ചെയ്യുമ്പോൾ
നമ്മുടെ എക്കണോമിക്ക് അത് ഒരു വാല്യൂ അഡീഷൻ ആണ്, എക്കണോമിയെ ഡെവലപ്പ് ചെയ്യും, ആ തരത്തിലാണ് വരുന്നത്. അപ്പം ഈ തരത്തിൽ ഹോം ഗ്രൗൺ കമ്പനികളെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലൊരു സംഭവം വേണം. അതിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഞങ്ങൾക്ക് കുറേ ഈ ഇൻക്യുബേഷൻ്റെ കീഴിൽ, ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ട വിരിയിച്ച് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്ന അതേ പ്രക്രിയയാണ് ഇൻക്യുബേഷൻ നടക്കുന്നത്. ഈ ഒരു കമ്പനി ഫോം ചെയ്യാനോ കമ്പനി റൺ ചെയ്യാനോ യാതൊരു തരത്തിലും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ, അവർക്കൊരു ഐഡിയ കാണും. ഈ ഐഡിയ ഉള്ള കുട്ടികളെ ഞങ്ങൾ കോളേജുകളിൽ പോയി ഇന്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ അവയർനെസ് ക്യാമ്പിലൂടെ കണ്ടെത്തി അവരെ ഞങ്ങൾ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാം ഇതൊരു ടോട്ടൽ പാക്കേജ് ആയിട്ട് ഒരു ഇപ്പം അവർക്ക് എക്സ്പേർട്ട് അഡ്വൈസ് വേണമെങ്കിൽ അത് കൊടുക്കും, ഫണ്ടിങ് വേണമെങ്കിൽ അത് കൊടുക്കും, പിന്നെ ഐഡിയ ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട് വേറെ ഏതെങ്കിലും തരത്തിൽ ഇപ്പം കോളേജുകളുടെയോ കോളേജിലെ ഫാക്കൽറ്റിയുടെയോ ഒക്കെ ഹെൽപ്പ് വേണമെങ്കിൽ അത് കൊടുക്കും. ഇപ്പം ഇങ്ങനെ എല്ലാ തരത്തിലും കൊടുത്ത് ട്രെയിനിങ് വേണമെങ്കിൽ കൊടുക്കും. ഇപ്പം ഫൈനാൻസിലോ അതേപോലെ ഇപ്പം മറ്റേ ഏതെങ്കിലും HR, ടെക്നോളജിക്കൽ എക്സ്പെർട്ടീസ്, ഇതിൽ ഏത് തരത്തിലുള്ള ട്രെയിനിങ്ങോ എന്ത് വേണമെങ്കിലും, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലോ ട്രെയിനിങ്, ഇതിനെല്ലാം പ്രത്യേകം നമുക്ക് അവിടെ ഇനിഷ്യേറ്റീവ്സും സംവിധാനങ്ങളും ഉണ്ട്. ഇതെല്ലാം കൊടുത്ത് ഈ കമ്പനികളെ കൊണ്ടുവന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യിച്ച് ഇപ്പം ഇങ്ങനെ ഡെവലപ്പ് ചെയ്താണ് 196 കമ്പനിയെ ടെക്നോ പാർക്കിൽ ഈ TBA 2006 മുതൽ ഈ 2013 വരെ ഇപ്പോൾ 7 വർഷം കൊണ്ട് 196 കമ്പനികളെ, സ്റ്റുഡൻസിന്റെ കമ്പനികളെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ സ്റ്റുഡൻസിന്റെ കമ്പനികളോട് വരില്ലായിരുന്നു. ഇവരൊക്കെ ഒന്ന് ജോലി തേടി മറ്റേ ബാംഗ്ലൂരോ ചെന്നൈയിലോ ഹൈദരാബാദിലോ ഒക്കെ പോകും. കുറെ പേര് പഠിക്കാനാണെന്ന് പറഞ്ഞ് പുറത്ത് ഔട്ട്സൈഡിൽ പോകും. അവർ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ തന്നെ എവിടെയെങ്കിലും ജോലിക്ക് കയറും. അപ്പം നമ്മുടെ ബ്രെയിനെ നമ്മൾ ഗവൺമെന്റ് ഫണ്ട് ചെയ്ത് ഇത്രയും കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ നമ്മുടെ അധ്വാനം മുഴുവൻ പുറത്തേക്ക് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിനെ ഇവിടെ തന്നെ നമുക്ക് പിടിച്ചു നിർത്താനൊരു അവസരവും, നമുക്ക് കൂടുതൽ കമ്പനികളെ, കാരണം എക്കണോമി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് നൂറുകണക്കിന് കമ്പനികൾ ഇവിടെ തന്നെ ഹോം ഗ്രോൺ ആയിട്ട് വളർത്തിക്കൊണ്ട് വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് മൊത്തത്തിലുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ആ ഒരു എക്കോ സിസ്റ്റം നമ്മൾ ടെക്നോ പാർക്കിൽ ക്രിയേറ്റ് ചെയ്ത ആ ഇനിഷ്യേറ്റീവിനാണ് ഈ TBA എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി പുറകിലേക്ക് TBAയിൽ കൂടെ നമ്മൾ ചെയ്ത ഇത്രയും കമ്പനികളെ 196 കമ്പനികളെ ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് കോളേജുകളിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ കോളേജിൽ പോയി അവയർനെസ് ക്യാമ്പ്സ് നടത്തും. ഒരു 1 ഇയർ അവയർനെസ് ക്യാമ്പ് നടത്തും. അതിൽ നിന്ന് അപ്പം കുട്ടികളോട് പറയാം നമ്മൾ ഇതൊക്കെയാണ് എൻ്റർപ്രൈനർ ഇൻക്യുബേഷൻ എന്നതാണ്, ഇന്നോവേഷൻ എന്നതാണ്. നിങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ജോബ് ക്രിയേറ്റർ ആവണം, ഒരു ജോബ് സീക്കറായ പോരാ. കാരണം ഞാനത് നേരത്തെ പറഞ്ഞ ഒരു 50% കിടപ്പുണ്ട്. ഈ 50% പുറത്ത് 25,000 കൂടുതൽ പുറത്തുള്ള കുട്ടികൾ ജോലി ഇല്ലാതെ പുറത്ത് നിൽക്കുകയാണ്. ഇതാണ് ഓരോ വർഷവും നമ്മുടെ അൺഎംപ്ലോയ്മെന്റിന്റെ പെർസെന്റേജ് കൂട്ടുന്നത്. അപ്പൊ ഇവർക്ക് ഒരു ഓൾട്ടർനേറ്റീവ്, ആ ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിലാണ് അൺഎംപ്ലോയ്മെന്റ് ഒരു പരിഹാരം, ഒരു വളരെയധികം അൺഎംപ്ലോയ്മെന്റിനെ നമുക്ക് ദൂരീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെന്റിന് വളരെയധികം സ്കീംസ് ഉണ്ട്. ഇപ്പോൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴിക്ക് ഒരു എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് മിഷൻ അവർ ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ്റെ ഒരു സ്റ്റേറ്റ് ലെവൽ ബോഡിയായിട്ട് സ്റ്റേറ്റ് ലെവൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ, ഇന്നോവേഷൻ സെല്ല്, അത് KSIDCയിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്നോ പാർക്കിലെ TBA കൂടാതെ കേരളത്തിൽ വേറൊരു 6 ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സോടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് വളരെയധികം ആക്റ്റീവായിട്ട് ഇപ്പം സ്റ്റാർട്ടപ്പ് വില്ലേജ് വളരെ പ്രധാന നമുക്ക് സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണത്, അതൊരു TBA ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ TBAകൾ വരികയും ഈ TBAയിൽ കൂടെ കൂടുതൽ അപ്പം ഞങ്ങളൊരു ഗവൺമെൻറ്റിൻ്റെ തന്നെ അടുത്ത ഒരു 3 വർഷത്തിനകത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവ് തീരുന്നതിന് മുമ്പ് ഇതേപോലുള്ള ഒരു 10-25 TBAകൾ ഡിഫറൻറ്റ് തലത്തിൽ, ഇപ്പം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതൊക്കെ IT-യിലാണ്. നമ്മൾ IT-യിൽ മാത്രം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാര്യമില്ല. എല്ലാ തരത്തിലുള്ള ഇപ്പം നമുക്ക് നമ്മുടെ ആ തനതായ കുറേ ഇൻഡസ്ട്രികളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകൾക്കും ആ ജില്ലകളുടേതായ തനതായ ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പം കൊല്ലം നമ്മൾ പോയി കഴിഞ്ഞാൽ കശുവണ്ടി, ആലപ്പുഴ കയറുണ്ട്, എറണാകുളത്ത് സീ ഫുഡ്, കോട്ടയത്ത് പോയാൽ ഇപ്പം റബ്ബർ എന്ന് പറഞ്ഞാൽ കോട്ടയം എന്നാണ് നമ്മൾ പറയുന്നത്, അതുപോലെ സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഇടുക്കി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതുപോലെ ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, അതിൻ്റെതായ ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ പലതും ഇന്ന് ഇപ്പം എല്ലാ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലായിടത്തും കോർപ്പറേഷനുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് എല്ലാ കോർപ്പറേഷൻ്റെയും കീഴിൽ നല്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം കശുവണ്ടിക്കും കയറിനും തെങ്ങിനും റബ്ബറിനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പുതിയ വ്യവസായ യൂണിറ്റുകൾ ഒരിടത്തും വരുന്നില്ല. അപ്പോൾ ഇതിനെ സഹായിക്കാൻ വേണ്ടി ഇൻക്യുബേഷനാണ് ഏറ്റവും നല്ല ആയുധമെന്നും നല്ല മരുന്നെന്നും കണ്ടെത്തിയിട്ട് എല്ലാ ഏരിയയിലും എല്ലാ 14 ജില്ലകളിലും ഈ അവരുടേതായ തനതായ ഇൻഡസ്ട്രികളിൽ ഇൻക്യുബേഷൻ സെൻറ്റർ തുടങ്ങണമെന്നും, അപ്പോൾ ഒരു 14 അഡീഷണൽ വരും. അപ്പോൾ എല്ലാം കൂടെ ഒരു 25 ഇൻക്യുബേറ്ററുകളും ഒരു കുറഞ്ഞത് 1000 സ്റ്റാർട്ടപ്പ് കമ്പനികളെങ്കിലും ഒരു വർഷം
നമുക്ക് രജിസ്റ്റർ ചെയ്ത് കമ്പനി രജിസ്റ്റർ ചെയ്ത് തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഇതിന്റെ പുറകിലുണ്ട്. അപ്പോൾ ആ തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് 2-3 വർഷം കൊണ്ട് കേരളത്തിനെ ശരിക്കും കേരളത്തിലൊരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതേപോലെ ഒരു ഇൻക്യുബേഷൻ റെവല്യൂഷൻ കൊണ്ടുവരികയും ഇത്രയും കൂടുതൽ അത്ര കൂടുതൽ ആൾക്കാർ എന്ന് വെച്ചാൽ ഈ കൂടുതൽ കുട്ടികളും മറ്റ് ഇതിലേക്ക് പോവാതെ അല്ലെങ്കിൽ ജോലി തേടി പുറത്ത് പോവാതെ അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിപ്പം ടെക്നോളജി തന്നെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ തന്നെ വേണമെന്നില്ല, ഏതെല്ലാം തരത്തിൽ ചെയ്യാൻ നമുക്ക് കമ്പനികൾ തുടങ്ങാം. ഇപ്പം ഷോപ്സ് തുടങ്ങാൻ പറ്റും, ഡിഫറെൻറ്റ് സാധനങ്ങൾ ഇപ്പം ആ ട്രേഡിങ് ആയിട്ടാണെങ്കിൽ അത്, അതേപോലെ ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പം നമ്മുടെ വളരെയധികം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ 10-14 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവരൊക്കെ ഓരോ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ടെക്നോളജി ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് മേടിക്കാൻ പറ്റും. ഇത് മേടിച്ചിട്ട് ആ ടെക്നോളജി നമ്മുടെ ഓൺ ടെക്നോളജി അല്ല, നമ്മൾ പർച്ചേസിങ് ടെക്നോളജിയാണ്. പർച്ചേസ് ചെയ്യുന്ന ടെക്നോളജി വെച്ചിട്ട് തന്നെ നമുക്ക് കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്യുകയും അതിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തരത്തിലൊക്കെ വരുമ്പോഴും ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പഴയ പറഞ്ഞ ഇതിനേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. നമ്മൾ നേരത്തെ ഹാർമണിയേറ്റ് വർക്ക് പറഞ്ഞ ആ അവസ്ഥയിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് കമ്പനികളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ കമ്പനികൾ അപ്പോൾ ഇൻക്യുബേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചിലപ്പോൾ ടെക്നോ പാർക്കിൽ നമ്മുടെ ഇൻക്യുബേഷൻ സെൻറ്ററിലൊക്കെ വന്നാൽ കാണാൻ പറ്റും. ഒരു 10-40 കമ്പനികൾ ഒരു റോയിൽ ഒരേ സ്ഥലത്ത് അപ്പുറത്തുമായിട്ട് എന്നുവെച്ചാൽ ഒരു കുടുംബമായിട്ട് ഒരു കുടുംബം ഒരു കൂട്ടുകുടുംബം പോലെയാണ്. ഒരു കമ്പനി 10 പേര് കാണും, അടുത്തൊരു കമ്പനി അപ്പുറത്തിരിക്കുന്ന 5 പേര്, ഇങ്ങനെ കുറേ കമ്പനികൾ. അപ്പോൾ ഇവർ ആദ്യത്തെ കാലത്ത് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഇതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സഫോക്കേറ്റിംഗ് എൻവയൺമെൻറ്റാണ്. തമ്മിൽ പേടി. നേരത്തെ വീണ പറഞ്ഞതുപോലെ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ അയാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിഒ തിരിക്കുന്നത് ആ സിഒയോട് സംസാരിച്ച് ഞങ്ങൾ ചില ക്ലോസ് ആയി കഴിഞ്ഞാൽ നാളെ ഈ സിഒ ഒന്ന് എൻ്റെ 2 എംപ്ലോയീസിനെ വലിച്ചു കളഞ്ഞാലും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ചെറിയൊരു ഒരു പരീക്ഷണം വരുന്നത് ഒരു പരീക്ഷണം നടത്തി നോക്കി. TBB എന്ന് പറഞ്ഞു ഇൻക്യുബേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഗ്രൂപ്പ് ഈ ഇവരുടെ ഇടയ്ക്ക് ഫോം ചെയ്തു. ആദ്യം ഞങ്ങൾ ചെയ്ത് നോക്കിയ ഓണത്തിന് ഒരു ഓണാഘോഷം എന്ന് വെച്ചാൽ 4 പേരോ അല്ലെങ്കിൽ 10 പേര് മാത്രം കൂടി ഓണാഘോഷം നടത്താൻ പറ്റുന്നതാണ്. അപ്പം ഈ 50 കമ്പനിയിൽ 10 പേര് 500 പേര് ഒന്നിച്ച് ചേർന്ന ഒരു വലിയ ആഘോഷമാക്കാം. ഓണത്തിനൊരു വലിയ ആഘോഷം ചെയ്തു. അതേപോലെ ന്യൂ ഇയറിന് ഇതേപോലെ ന്യൂ ഇയർ ഒരു വലിയൊരു പരിപാടിയായിരുന്നു. ഒരു 1 ഡേ പ്രോഗ്രാം ചെയ്ത് വൈകുന്നേരം ഞങ്ങളൊരു ഗാനമേളയൊക്കെ നടത്തി വലിയൊരു പ്രോഗ്രാം ചെയ്തു. അപ്പോൾ ഈ 2 പ്രോഗ്രാം ചെയ്തപ്പോൾ തന്നെ ഈ കമ്പനികൾ തമ്മിൽ എല്ലാവരും ഒന്നിച്ചാണല്ലോ പോകുന്നത്. അപ്പോൾ കമ്പനി സിഇഒസും എംപ്ലോയീസും എല്ലാം ഭയങ്കരമായ ഒരു അടുപ്പം ഉണ്ടായി. ഈ അടുപ്പം ആണ് അവരെ ഈ അസോസിയേഷൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അതിലേക്ക് കൊണ്ടുവന്നത്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഫണ്ട് അതിന് ഞങ്ങളൊരു പുതിയ പേര് കൊടുത്തു. ഫണ്ടിങ്ങിന് ഗ്രേപ്പ് വൈൻ ഫണ്ടിങ് എന്ന് പറഞ്ഞൊരു ഫണ്ടിങ്ങിന് പേര് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇപ്പം ടോപ്പിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയിരിക്കുന്ന ഒരു കമ്പനി ഇപ്പം എല്ലാ കമ്പനികളും ഒരേപോലെ ആയിരിക്കില്ല. പലർക്കും ഈ ഫണ്ടിന് ഒത്തിരി പ്രോബ്ലം ഉണ്ടാകും തുടക്കത്തിൽ. അപ്പം കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇൻക്യുബേഷൻ കമ്പനിക്ക് താഴെയുള്ളൊരു കമ്പനിയെ ഫണ്ട് ചെയ്യാം. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് താഴെയുള്ള ഒരു കമ്പനിയെ ഫണ്ട് ചെയ്യാം. അപ്പോൾ ഒരു ലെവലിനനുസരിച്ച് ഇപ്പം 10 കമ്പനി ഇതിൽ ഒരു പല സ്റ്റേജ് നിൽക്കുകയാണെങ്കിൽ 1 by 1 ആയിട്ട് ഓരോ സ്റ്റേജിലുള്ള കമ്പനികൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് താഴേക്കുള്ള കമ്പനികളെ ഫണ്ട് ചെയ്യുകയും അവരിലൊക്കെ ഇക്വിറ്റി എടുക്കുകയും ഈ ഓരോ കമ്പനികളും സക്സസ് ആയിട്ട് വരുന്ന സമയത്ത് ഈ ഗ്രോയിങ് ടുഗദർ എന്നാണ് അതിൻ്റെ പഞ്ച്. അപ്പം എല്ലാവരും ഒന്നിച്ച് വളരുകയും ചെയ്യും. അപ്പം ആ ഒരു കാര്യമാണ് മൊത്തത്തിൽ ഞങ്ങൾ വിഭാവനം ചെയ്തു വന്നത്. ഇത് ഹാർമണിയേറ്റ് വർക്കിൻ്റെ ഒരു പാർട്ടാണല്ലോ. രണ്ടാമത് ഇവർ ഇപ്പോൾ റിസോഴ്സിനെ വരെ ഷെയർ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ കമ്പനികൾ ഒരിക്കലും ചെയ്യില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ റിസോഴ്സിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സീക്രസി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അത് പ്രശ്നമാകും. അപ്പോൾ അതിന് ഇവർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇപ്പം ഒരു കമ്പനിയിൽ എനിക്ക് ഒരു 5 പേരുള്ളൊരു കമ്പനിയാണ്. ഒരു പുതിയൊരു ഓർഡർ കിട്ടി. ആ ഓർഡർ കിട്ടുമ്പോൾ എനിക്ക് ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പുതിയ സ്റ്റാഫിനെ എടുക്കണം. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ചിലപ്പോൾ 2 മാസം വർക്കായിരിക്കും. ഈ 2 മാസം കഴിഞ്ഞാൽ പിന്നെ സ്റ്റാഫിനെ റീറ്റൈൻ ചെയ്യണമെങ്കിൽ അതിലും ബുദ്ധിമുട്ട് വരും. അപ്പോൾ എനിക്ക് ഇതൊരു റെന്റിൽ അല്ലെങ്കിൽ ഒരു ലോണിൽ എടുക്കുന്ന പോലെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു കമ്പനി 2 പേര് എക്സ്ട്രാ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ആ സിയോട് ചോദിക്കുന്നു, ക്യാൻ യു ഗിവ് മീ ഈ ദീസ് 2 റിസോഴ്സസ് ചോദിക്കുന്നു. അപ്പോൾ 2 പേരെ എനിക്ക് വിട്ടു തരുന്നു. ഞാൻ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു. ആ 2 മാസത്തെ അവരുടെ ബില്ല് ആ മറ്റേ കമ്പനിക്ക് എൻ്റെ കമ്പനിയിൽ ബില്ല് ചെയ്യാൻ പറ്റും. ഞാൻ ആ കമ്പനിക്ക് പേ ചെയ്യും. വളരെ ക്ലിയറാണ്. ഇതാണ് ഹാർമണിയേറ്റ് വർക്ക് എന്ന് പറയുന്നത്. ഹാർമണി അറ്റ് വർക്ക്, ഹാർമണി അറ്റ് ഓഫീസ്. ഇപ്പം പുറത്ത് പോകുന്നത് ഹാർമണിയാണ്. ഇവരെല്ലാം ഒന്നിച്ച് പോയി വർക്ക് ചെയ്യുന്നു, ഒന്നിച്ച് പോയി ആഹാരം കഴിക്കുന്നു, ഒന്നിച്ച് ആഘോഷിക്കുന്നു, ഒന്നിച്ച് കളിക്കുന്നു. കാരണം ഇവിടെ ഞങ്ങൾക്ക് ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. TPL ടെക്നോ പാർക്ക് പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഈ കഴിഞ്ഞ വർഷം ടൂർണമെൻറ്റിൽ ഈ TBIയുടെ 4 ടീംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ TBI വാരിയേഴ്സ്, TBI സ്ട്രൈക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ IPL വരെ. അപ്പോൾ ഈ ടീംസ് സെമി വരെ ഒരു ടീം ചെന്നു. കാരണം ആ ഒത്തൊരുമ. അപ്പം 10 പേര് കളിക്കുന്നെങ്കിൽ 10 കമ്പനിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഒന്നിച്ച് കളിക്കുന്നത്. ഒരു കമ്പനി സെലക്ട് ചെയ്തിട്ട് 10 പേരെ കളിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ 10 കമ്പനിയിൽ നിന്ന് വന്നിട്ട് ഒന്നിച്ച് അവർ കളിച്ചിട്ട് അതിൽ തന്നെ ഇവർ തമ്മിലൊരു ഹാർമണി ഉണ്ട്, ആ യൂണിറ്റി ഉണ്ട്. ഈ യൂണിറ്റിയാണ് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യം. എന്നുവെച്ചാൽ സംഭവിക്കുന്നത് വെച്ചാൽ
പുതിയ യങ് ജനറേഷൻ ഇതിലേക്ക് കൂടുതൽ വരികയും കമ്പനി തുടങ്ങാൻ വരികയും അവർ തമ്മിലുള്ള ആ കോപ്പറേഷനും ആ യൂണിറ്റിയാണ് ടെക്നോ പാർക്കിൻ്റെ ഹാർമണിയെ ഇന്ന് നിലനിർത്തുന്നതും നാളെ നിലനിർത്തേണ്ടതും. ഗുഡ് മോർണിംഗിലേക്ക് വീണ്ടും സ്വാഗതം. സാറ് പറഞ്ഞതിൽ നിന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ഒരു ഓൺടർപ്രണർ ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ല കേരളം എന്നുള്ളത് നമ്മൾ തിരുത്തി കുറിക്കേണ്ടി അതല്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഇപ്പോൾ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല വ്യവസായികളും ഇപ്പോഴും വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു തിക്താനുഭവങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ന്യൂസ് ചാനലുകളിലൊക്കെ വന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ പുതിയ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് തുടങ്ങുന്നതോടൊപ്പം ഇപ്പോൾ ഉള്ളതിനെ എങ്ങനെ കുറച്ചുകൂടി പരിപോഷിപ്പിക്കാം, അല്ലെങ്കിൽ ഇനി വരുന്ന പുതിയ ആൾക്കാർക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവായിട്ട് ക്യാമ്പസുകളിൽ പോയി തിരഞ്ഞെടുക്കുന്ന മിടുക്കന്മാർക്കപ്പുറം ഇതിനോട് താല്പര്യമുള്ള ഇത് ടെക്നോളജി മാത്രമല്ല മറ്റു പല മേഖലയും ആവാം. സാറ് പറഞ്ഞാൽ ഇപ്പോൾ കാഷ്യൂ ബിസിനസ് ആവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ കോയർ ബിസിനസ് ആവാം. അങ്ങനെയുള്ളവർക്ക് കൂടി നമ്മുടെ കേരള ഗവൺമെൻറ് ചെയ്യുന്നു എന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് എന്റർപ്രണർഷിപ്പ് മിഷൻ എന്ന് പറയുന്നത് KFC വഴിക്ക് കൊടുക്കുന്ന ഫണ്ടിങ് എന്ന് പറയുന്നത് അത് ഈ IT-ലോ നമ്മൾ കോളേജിൽ നിന്ന് എടുക്കുന്ന മിടുക്കന്മാർക്കോ മാത്രമല്ല, അവിടെ ഏജ് ബാധകമല്ല. മനസ്സിലായില്ലേ? അത് അതുകൊണ്ട് പിന്നെ വിദ്യാഭ്യാസം ബാധകമല്ല. +2 വിദ്യാഭ്യാസം മാത്രമുള്ള ആർക്കും അത് ഒരു എന്റർപ്രണറായി വരണം, അവർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ സ്വന്തമായിട്ടൊരു തൊഴിൽ നടത്താനുള്ള സംരംഭകനാകാനുള്ള ആ ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. 40 വയസ്സോ 45 വയസ്സിനോ താഴെ ആയിരിക്കണം. ഇത് മാത്രമേ ക്രൈറ്റീരിയ വെക്കുന്നുള്ളൂ. ഇപ്പൊ കാർഡ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് അവർ ഇതുപോലെ ഫണ്ട് ചെയ്യുന്നുണ്ട്. അത് 8ാം ക്ലാസ് മാത്രം പാസ്സായ ആൾക്കാർക്ക് ഏത് തരത്തിലുള്ള ജോലി, എവിടെ ജോലി ചെയ്യും, എന്ത് തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങാൻ പറ്റും, അതിനുവേണ്ടി അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതാണെങ്കിൽ 1 കോടി രൂപ വരെ ഫണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പല സ്കീംസ് ഇപ്പം ഇതിലാണെങ്കിൽ ഇവർ 20 ലക്ഷം രൂപ വരെ, സംരംഭകന് 20 ലക്ഷം രൂപ വരെ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനി ആണെങ്കിൽ 15 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഫ്രീ ആണ്. അപ്പം ഇതൊക്കെ നോക്കുന്നത്, നമ്മൾ കാണേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് 100% ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു പ്രോ ആക്റ്റീവായിട്ട് എല്ലാ ഇൻഡസ്ട്രികളിലും, ഇപ്പൊ കയറിലാണെങ്കിലും കശുവണ്ടിലാണെങ്കിലും 10 പേര് കൂടി ഒരു കൺസോർഷ്യം ഉണ്ടാക്കട്ടെ, ഒരു ടീം ഉണ്ടാക്കട്ടെ. അവർ ടീം ഉണ്ടാക്കി ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് ഒരു MSME ആയിട്ട് ചെറിയൊരു കമ്പനിയായിട്ട് ആ കമ്പനിയെ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് ഇത് നടത്താൻ പറ്റും. ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഉണ്ട്, 15 ലക്ഷം 20 ചെറിയ ഫണ്ടിങ് മതി. ആ ഫണ്ടിങ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്കെയിലപ്പ് ചെയ്യാനാണ് കൂടുതൽ ഫണ്ട് വേണ്ടത്. ഈ ഫണ്ട് കൊടുക്കാനായിട്ട് ഇഷ്ടംപോലെ ഏജൻസി ഉണ്ട്. ഇപ്പം ബാങ്കുകൾ കൊടുക്കും, ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് വളരെയധികം സ്കീംസ് ഉണ്ട്. ഇപ്പോൾ ഓരോ തരത്തിലും ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്. അൺലിമിറ്റഡ് ഫണ്ടിങ് ആണ്. നമുക്ക് 200-300 കോടി വേണം ഈ കമ്പനി നമുക്ക് ഈ നമ്മുടെ ബിസിനസ്സെ എക്സ്പാൻഡ് ചെയ്യാൻ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ മറ്റേതെങ്കിലും തരത്തിൽ സപ്പോർട്ട് കിട്ടിയ ഒരു ഇതാണെങ്കിൽ, ഇപ്പം സീഡ് ഫണ്ട് പോലുള്ള ഫണ്ടിങ് ഒക്കെ കിട്ടിയ ഒരു ഫേം ആണെങ്കിൽ 100% അവർ കൂടുതൽ മെനക്കെടാതെ ഇത് കൊടുക്കും. കാരണം അവർക്ക് കൂടുതൽ ഇവാലുവേഷൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ഇവാലുവേഷൻ താഴെ തെറ്റുന്ന ഞങ്ങളാണ് ഇത് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് കമ്പനിയെ പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഫണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തരത്തിൽ ഏത് ഇൻഡസ്ട്രിയിലും അപ്പോൾ IT വേണം നിർബന്ധമൊന്നുമില്ല. IT നമുക്ക് കാണാൻ പറ്റുന്നതല്ല, അത് മറ്റേ കാണാൻ പറ്റുന്നതല്ല. ആ ഡെവലപ്മെന്റ് കാണാൻ പറ്റും. അപ്പോൾ ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രിയെയും പ്രോത്സാഹിപ്പിക്കുകയും അത് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ആ ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ് നേരത്തെ വീണ പറഞ്ഞതുപോലെ മാറ്റി കുറിക്കുകയും ചരിത്രം തിരുത്തി കുറിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോകുന്നത്. ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡെഫിനറ്റ്ലി നമ്മുടെ ഇക്കോണമിക്ക് വളരെ പോസിറ്റീവാണ്. അതിന് കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പുരോഗതി വരുമ്പോൾ ഒരു വിഭാഗം അതിനോട് എതിർത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ എങ്ങനെയാണ് FDI വന്നു കഴിഞ്ഞാൽ അത് ടെക്നോ പാർക്കിനെ പോലുള്ള ടെക്നോളജി പാർക്സിനെ അത് ഹെൽപ്ഫുൾ ആവുന്നത്? അത് ഇപ്പം ഗവൺമെൻറ് ഏതെങ്കിലും ഒരു സ്കീമിൽ ഫണ്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഇപ്പം പ്ലാൻ ഫണ്ട് കൊടുക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിന് വളരെ വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഒക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടേക്ക് കൊണ്ടുവരണം. കാരണം വളരെ പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യങ്ങളാണെങ്കിലും, ഇപ്പം ഒരു വികസ്വര രാജ്യമാണെങ്കിൽ ആ വികസ്വര രാജ്യം ഫോറിൻ കമ്പനികൾ വരുമോ, അല്ലെങ്കിൽ ഫോറിൻ ഗവൺമെൻറ്റോ വേൾഡ് ബാങ്കോ അതേപോലെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കോ അതേപോലുള്ള ബാങ്കുകൾ, ഇപ്പം നമ്മുടെ ജപ്പാൻ കുടിവെള്ളം പറയുന്നത് പോലെ ഇതേപോലുള്ള ബാങ്കുകളും മറ്റ് രാജ്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ ഒരു വികസ്വര രാഷ്ട്രത്തിന് ഒരിക്കലും ഒരു വികസിത രാഷ്ട്രമായിട്ട് മുന്നേറാൻ പറ്റില്ല. കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട
ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഫണ്ടിങ്ങിന്റെ കാര്യത്തിലായിരിക്കും. കാരണം ഇതേപോലെ ഒരു വലിയ രാജ്യത്തിന് 100-120 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു വലിയ രാജ്യത്തിന് വളരെയധികം ഫണ്ട് ഒരു ഫണ്ട് ഫ്ലോ ആവശ്യമുണ്ട്. അപ്പം ഈ FDI ഇങ്ങോട്ട് വരുന്നത് നമുക്ക് നമ്മളെപ്പോലൊരു പാർക്കിന് വളരെ നല്ലതാണ്. അതിൻ്റെ 2-3 പ്രധാന കാര്യങ്ങൾ, ഇപ്പം ചെറിയ കമ്പനികൾ നമ്മൾ വളരെ പ്രയോജനമാണ്, ചെറിയ കമ്പനികൾ തന്നെ വേണം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് പോലും 100 ചെറിയ കമ്പനി കൂടി 1000 എംപ്ലോയ്മെന്റ് കൊടുക്കുന്നു. അതേ സമയത്ത് ഒരു സിംഗിൾ കമ്പനി വന്നു കഴിഞ്ഞാൽ ആ കമ്പനി 1000 മുതൽ 5000 വരെ ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ജോലി കൊടുക്കുകയും അതിന്റെ നല്ലൊരു ശതമാനം ഇവിടെ ചെലവഴിക്കപ്പെടുകയും ചെയ്യും. അത് പിന്നെ നമുക്ക് അതിന്റെ ഒരു വശം എന്ന് പറയുന്നത്, ഒരു മറുവശം എന്ന് പറയുന്നത്, അവർ പ്രോഫിറ്റ് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാൽ പോലും വളരെയധികം ഇൻവെസ്റ്റ്മെന്റ്, ഈ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അവർ വളരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം പുതിയ ഇതൊക്കെ അനുസരിച്ച് ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് CSR ആക്ടിവിറ്റി, ഒത്തിരി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കമ്പനികൾ ചെയ്യേണ്ടി വരും. ഇവര് പലതരത്തിലും ടാക്സുകളും അങ്ങനെയുള്ള ഈ കാര്യങ്ങളിൽ ഹോളിഡേസ് കൊടുക്കുന്ന ടാക്സ് ഇനമായിട്ട് തന്നെ വളരെയധികം ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. അപ്പം ഈ കൂടുതൽ എംപ്ലോയി പെട്ടെന്നൊരു ഡെവലപ്മെന്റ് വരണമെങ്കിൽ നമുക്ക് പാർക്ക് പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ കിട്ടി. അപ്പം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ കിട്ടുന്നത് ലാൻഡ് ഡെവലപ്മെന്റ് ആയാലും ബിൽഡിങ്ങിനായാലും റോഡ് ഡെവലപ്മെന്റ് ആയാലും ഒക്കെ നമ്മൾ ഒത്തിരി ഫണ്ട് നമ്മൾ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ട് കുറേ സ്പീഡിൽ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഈ FDI വന്നേ മതിയാകും. അപ്പോൾ ആ തരത്തിൽ ടെക്നോ പാർക്കും ഏതാണ്ട് നല്ല രീതിയിൽ നല്ല ഇത് കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ലൊരു പ്രവർത്തന ശൈലി കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ പോലും പല എക്സിബിഷനിലൊക്കെ പോയി കൂടുതൽ കമ്പനികൾ ഇങ്ങനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഇപ്പം ഒറക്കിൾ പോലുള്ള കമ്പനികൾ, ഇപ്പം ഫോറിൻ കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഒറക്കിൾ പോലുള്ള കമ്പനികൾ, ഒറക്കിൾ, ഏണസ്റ്റ് ആൻഡ് യങ്, ജെമിനി സോഫ്റ്റ്, അതുപോലുള്ള വലിയ കമ്പനികൾ വന്നിട്ടുണ്ട്. പിന്നെ അലാമി ഇമേജസ്, RM എഡ്യൂക്കേഷൻ സോഫ്റ്റ് എന്ന് പറഞ്ഞ കുറേ കമ്പനികൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ IT പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം TCS, ഇൻഫോസിസ്, ഇങ്ങനെയുള്ള കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമുക്കിവിടെ വരുന്നത് കൂട്ടത്തിൽ തന്നെ ഒരു മറുവശം പറയാനുള്ളത്, നമുക്ക് പലർക്കും ഒരു സംശയം വരാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിലാണ് ആദ്യമായിട്ട് ഒരു ടെക്നോളജി പാർക്ക് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ 23 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ശേഷം നമ്മളെ മോഡൽ ചെയ്ത പാർക്കുകളാണ് ബാംഗ്ലൂരും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ ഉള്ളത്. എന്തുകൊണ്ട് നമുക്ക് അതേപോലുള്ളൊരു വേഗം ഡെവലപ്മെന്റിൽ ഇത് കൈവരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ സംശയം വരാം. അതിന് 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നേരത്തെ വീണ ചോദിച്ചതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നം. പലർക്കും സംശയം, ഇപ്പൊ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ്. പണ്ട് നമുക്കൊരു മോശമായ നമ്മളെ കുറിച്ചൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഈ വലിയ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ഇന്ന് അതൊക്കെ മാറി വരികയാണ്. ഇതിപ്പം കാലഘട്ടത്തിന്റെ ആവശ്യമാണിത്. നമ്മൾ തന്നെ ബോധവാന്മാരായി. കാരണം ഇതൊക്കെ വന്നില്ലെങ്കിൽ നമ്മൾ അവസാനം ബഹളം ഉണ്ടാക്കി ഹർത്താലും സമരമൊക്കെ നടത്തി ഇരിക്കുക മാത്രമേ ഉള്ളൂ. നമുക്ക് ഡെവലപ്മെന്റ് വേണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം. അപ്പോൾ ആ തരത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാ തരത്തിലും ഇപ്പം ഈ മറ്റേ ഹൈദരാബാദും ബാംഗ്ലൂരും ഒക്കെ ഉള്ള പാർക്കുകളെ പോലെ തന്നെ ഇപ്പം നമ്മൾ വളർച്ചയുടെ കാര്യത്തിൽ മറ്റ് എല്ലാവരെയും കടത്തിവെട്ടി ഏതാണ്ട് 30%-35% വളർച്ച, നമ്മൾ വാർഷിക വളർച്ച നമ്മുടെ പാർക്കിൽ നമ്മൾ കൈവരിക്കുന്നുണ്ട്. അതിപ്പം ടെക്നോ പാർക്കാണെങ്കിലും ഇൻഫോ പാർക്കാണെങ്കിലും അതേപോലെ ചുറ്റുപാടുമുള്ള നമ്മുടെ പാർക്കിന് പുറത്തുള്ള SECയുടെ പല പ്രൈവറ്റ് SECകളുണ്ട്. ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനികളും പാർക്കുകളും നല്ല വളർച്ച നിരക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലെ ചെന്നൈയിലൊക്കെ ഈ ഒരു അവസ്ഥയിൽ 5 മുതൽ 10% വാർഷിക വളർച്ചാ നിരക്ക്. അപ്പം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയാൽ അടുത്തൊരു 10-15 വർഷം കൊണ്ട് നമുക്ക് ഇവരെ പോലെയോ ഇവരുടെ ഒപ്പമോ അതിലെ കൂടുതലോ നമുക്ക് എത്താൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ടെക്നോ പാർക്ക് തുടങ്ങിയ ഞങ്ങൾക്കൊരു ഡ്രീം ടീം ഉണ്ടായിരുന്നു. 5 പേര് ഞങ്ങൾ തുടങ്ങിയതാണ്. അന്ന് മുതലേ ടെക്നോ പാർക്കിന്റെ ഫൈനാൻസ് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വളരെ സ്റ്റഡി ഗ്രോത്ത് ആണ്. ഇപ്പം നമുക്ക് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഇപ്പം ബാംഗ്ലൂരോ ചെന്നൈയിലേക്കാണെങ്കിലും കുറേ കമ്പനികൾ എന്തെങ്കിലും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് കുറേ കമ്പനികൾ പെട്ടെന്ന് പോകേണ്ടി വന്നു. ഇപ്പം പുറത്തുനിന്ന് വന്ന കമ്പനികളാണെങ്കിൽ അവർക്ക് ഒരു നിമിഷം മതി, അവർക്ക് ഓക്കെ നമ്മൾ ഈ ഓപ്പറേഷൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു, നമ്മൾ പുറത്തു പോകാന്ന് പറഞ്ഞാൽ പോയി. പക്ഷേ ഇവിടെ നമ്മുടെ ആ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കമ്പനികളാണിത്. ഇവർക്ക് നിർത്തിയിട്ടാണ് ഇപ്പൊ ഇവർക്ക് നിർത്തിയിട്ടാണ് ഞാൻ വേറെ എവിടെയെങ്കിലും പൊക്കളയാം എന്ന് പറയാൻ പറ്റില്ല. അവരോട് പോകാൻ അവരുടെ വേര് തന്നെ ഇവിടെയാണ്. അപ്പൊ വേര് പറിച്ചു കളഞ്ഞിട്ട് പോകാനൊക്കാത്തതുകൊണ്ട് നമുക്ക് ആ സ്റ്റെബിലിറ്റി എപ്പോഴും ഉണ്ടാകും. നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ഏത് തരത്തിലുള്ള
ഇപ്പം ഈ റിസഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും എല്ലാ റിസഷനും നമ്മൾ കാണുന്ന എവറി റിസഷൻ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു റിസഷൻ ആയി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ബിൽഡിംഗ് പണിയാൻ തുടങ്ങും. നമ്മൾ ഏതെങ്കിലും ആ ഒരു സമയം, കാരണം ആ സമയത്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിസഷൻ മാറുന്ന സമയത്ത് പെട്ടെന്ന് കുറെ കമ്പനികൾ വരും, അവർ നോക്കിയിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മളിവിടെ അവരെ റിസീവ് ചെയ്യാനായിട്ട് സ്പേസ് റെഡിയാക്കി വെക്കണം. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ. ഗുഡ് മോർണിംഗിലേക്ക് വീണ്ടും സ്വാഗതം. സർ, ഇതൊക്കെയാണെങ്കിൽ ഇപ്പോൾ ആക്സെഞ്ചർ, CTS, അതുപോലെ നമുക്ക് IBM പോലുള്ള സൂപ്പർ കമ്പനീസും നമ്മൾ വിശേഷിപ്പിക്കുന്ന പല കമ്പനീസും നമ്മുടെ ടെക്നോ പാർക്കിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അതിനൊരു ബേസ് ടെക്നോ പാർക്കിൽ വന്നിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സാറിൻ്റെ ഒരു ഒബ്സർവേഷൻ? ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ അതിനുള്ള അഡ്വാൻറ്റേജ് ഒബ്വിയസ്ലി ദേ ആർ മെട്രോ സിറ്റീസ്. ഇപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഒരു ഗ്രോയിങ് സിറ്റി എന്ന് നമുക്ക് പറയാം. ഇപ്പോഴും സിറ്റി ആണെങ്കിൽ അതിൻ്റെ ഒരു വില്ലേജ് കൾച്ചറിൻ്റെതായിട്ടുള്ള ഒരു ഹാങ് ഓവർ നമുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണോ അതിനുള്ള കാരണം? എന്താണ് സാറിൻ്റെ ഒബ്സർവേഷൻ? ഒരു പരിധി വരെ ഇതൊക്കെ തരാനുള്ള കാരണം, ഇപ്പം ബാംഗ്ലൂര് പോയി നമ്മുടെ കേരളത്തിൽ നിന്നല്ല തിരുവനന്തപുരത്ത് നിന്നുള്ള കുറച്ച് കുട്ടികൾ ബാംഗ്ലൂർ പോയി ജോലി ചെയ്യാൻ പോയെന്നിരിക്കട്ടെ. ബാംഗ്ലൂർ പോയി 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് കേരളത്തിൽ തന്നെ ആ കമ്പനി തന്നെ ഒരു പുതിയ ബ്രാഞ്ച്, ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു ടെക്നോ പാർക്കിൽ. ഈ കമ്പനികളോട്, ഈ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്താണ്, തിരുവനന്തപുരത്താണ്, നിങ്ങൾ ആരെങ്കിലും പോകാൻ തയ്യാറുണ്ടോ? ഇന്ന് അവസ്ഥ വേറെയാണ്. പക്ഷേ 10 വർഷം മുമ്പ് ഇൻഫോസിസ് തിരുവനന്തപുരത്ത് തുടങ്ങുന്ന സമയത്ത് ഇൻഫോസിസ് അവരാദ്യം ചെയ്തത് അവരുടെ ബാംഗ്ലൂർ ക്യാമ്പസിൽ, അവരുടെ മെയിൻ ക്യാമ്പസ് അതാണ്, ബാംഗ്ലൂർ ക്യാമ്പസിൽ ഒരു സർവേ നടത്തി. ഈ സർവേയിൽ അവർ ചോദിച്ചു, കേരളത്തിൽ നിന്ന് വന്ന കുട്ടികൾ, മലയാളികൾ എത്ര പേര് കേരളത്തിലേക്ക് തിരിച്ചു പോകും? നമ്മൾ കേരളത്തിൽ ഒരു സെന്റർ തുടങ്ങിയാൽ കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ എത്ര പേര് തയ്യാറുണ്ടെന്ന്? അത് ലെസ് ദാൻ 5% മാത്രമേ അതിന് തയ്യാറുണ്ടെന്ന് പറഞ്ഞുള്ളൂ. ഇതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ കുട്ടികൾ, അതിന് 2-3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ കേരള സൊസൈറ്റി എന്ന് പറയുന്നത് സ്റ്റിൽ ഇറ്റ് ഇസ് ആൻ ഓർത്തഡോക്സ് സൊസൈറ്റി അല്ലേ? അപ്പം തന്നെയല്ല, ഇപ്പം നമ്മൾ വേറൊരു, നമ്മളെല്ലാം മോഡ്യൂൾ ഫാമിലീസ് ആണ്. അച്ഛൻ, അമ്മ, 2 കുട്ടികൾ. അപ്പോൾ 2 കുട്ടികളെ നമ്മളെപ്പോഴും ഈ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ടെക്നോ പാർക്ക് ഒത്തിരി അനുഭവമുണ്ട്. ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വോക്കിൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വോക്കിൻ ഒരു കാറിൽ ആൾക്കാർ വരും, ഒരു കാറ് നിറച്ച ആൾക്കാർ വരും. അച്ഛൻ, അമ്മ, ഒരു പെൺകുട്ടിയാണ് വരുന്നതെങ്കിൽ ബ്രദറ്, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഒരു 5-6 പേര്, ഇവരെല്ലാരും കൂടെ വന്നിട്ട് ടെക്നോ പാർക്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കിട്ടുകയില്ല, ഇവർക്കൊന്ന് ഇരിക്കാനോ അവരെ എന്റർടൈൻ ചെയ്യാനുള്ള സമയം കിട്ടും. ഇപ്പൊ ഈ തരത്തില് അത്രമാത്രം നമ്മൾ ഈ ഫാമിലി തരത്തിൽ നമ്മൾ ഇടുകി ചേർന്നവരാണ്. അപ്പം ഇങ്ങനെ വളരുന്ന കുട്ടികൾ ഒരു പക്ഷേ പുറത്തു പോയി കഴിയുമ്പോൾ അവർ ആ പെട്ടെന്ന് ഈ ഫെസിലിറ്റിയും ഈ ആ സൗകര്യങ്ങളെല്ലാം കൂടെ കാണുമ്പോഴത്തേന് ഒന്ന് അടിച്ചു പൊളിക്കാം, ആ ചെറുപ്പത്തിന്റെ ഒരു ഇതിൽ. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് അവിടെ ചെന്നാൽ ഉടനെ തിരിച്ചിങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, താല്പര്യം കാണില്ല. ഇപ്പൊ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. ഇപ്പൊ ഈ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളോട് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൊച്ചിയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം, തിരുവനന്തപുരത്താണോ കോഴിക്കോടാണോ വർക്ക് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ, കേരളത്തിലാണെങ്കിൽ കൊച്ചി, അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരോ ചെന്നൈയിലോ പൊക്കോളാം. ഇതാണ് ആ ആറ്റിറ്റ്യൂഡ്. അപ്പം കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇപ്പം മൊത്തത്തില് നമ്മുടെ യുവത്വത്തിന്റെ ഒരു ഭാഗമാണ് ഈ അടിച്ചു പൊളിക്കലും സംഗതികളൊക്കെ. അപ്പൊ അത് കുറച്ചൊക്കെ നമുക്ക് ഈ ഇങ്ങനെയുള്ള ഒരു ടെക്കി നഗരമായിട്ട് തിരുവനന്തപുരം മാറുന്ന സമയത്ത് അതിന് വേണ്ട കുറെ സംഗതികൾ നമുക്ക് ആവശ്യമാണ്. ഇപ്പം നമുക്കിവിടെ പബ്ബുകളില്ല എന്നുള്ളൊരു കാര്യം, നല്ലൊരു മോളില്ല, അതാണ് ഏറ്റവും പ്രധാനം. നല്ലൊരു മോളില്ല, നല്ല ഈ മൾട്ടിപ്ലക്സ് കോംപ്ലക്സുകളില്ല, ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം പുറത്തുനിന്നുള്ള കുട്ടികൾ, പിന്നെ കേരളത്തിന്റെ പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കുട്ടികൾ ഇവിടെ നിന്ന് PTCs ഒക്കെ ഒത്തിരി ട്രെയിനീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവര് വന്നു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി സുഖ സൗകര്യങ്ങൾ കണ്ടിട്ട് വരുന്നവരാണ്. ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ നേച്ചറിന്റെ ബ്യൂട്ടി പറയും, ഇവിടെ ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന് പറയും, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്ലസ് പോയിന്റ്സ് പറയുന്നുണ്ട്. എന്നാൽ പോലും ഈ കുറച്ച് ഇങ്ങനെയുള്ള നഗര പ്രദേശങ്ങളിൽ ഈ ടെക്കുകൾ ആ യുവത്വത്തിനെ പിടിച്ചു നിർത്താനും കൂടുതലായിട്ട് ആകർഷിക്കാനും വേണ്ട രീതിയിൽ വീണ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കുറെ സംഗതികൾ നമുക്ക് ഫെസിലിറ്റീസ് വേണം. അത് വളരെ അത്യാവശ്യമാണ്. സാർ പറഞ്ഞ പോലെ പുതിയ ഓൺടർപ്രണേഴ്സിനെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഡെഫിനറ്റ്ലി നമുക്കിപ്പോൾ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ്, അതുപോലെ ടാക്സ് ഹോളിഡേയ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് പുതിയ ഓൺടർപ്രണേഴ്സിന് ഇതിനോടുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? SEZ ഇപ്പം ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം പണ്ടായിരുന്നെങ്കിൽ നമ്മൾ SEZ വരിക എന്ന് പറഞ്ഞാൽ, ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ വരിക എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിലേക്ക്
അതിൽ സ്ഥലം എടുക്കാനായിട്ടൊരു ഒരു ഇടിയായിരിക്കും. അപ്പം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരുമായിരുന്നു. ഇപ്പോഴ് അതിൻ്റെ ട്രെൻഡിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചാൽ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിലെ ആനുകൂല്യങ്ങൾ അന്നത്തെ പോലെ അത്ര അട്രാക്റ്റീവ് അല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത് ഈ ഇത്ര പെർസെൻറ്റേജ് അന്നൊക്കെ എന്ന് വെച്ചാൽ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വരുമ്പോൾ 100% എക്സ്പോർട്ട് ചെയ്യാമായിരുന്നു. ഇന്നത്തെ ആവശ്യമില്ല. ഇന്നൊരു 50-50 എന്നുള്ള രീതിയിലാണ്. കാരണം ഈ നമുക്ക് ഇന്റേണൽ മാർക്കറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. രണ്ട്, പിന്നെ ഈ പല കമ്പനികളും ഇപ്പോഴേ ഞങ്ങളിപ്പം ടെക്നോ പാർക്കുകളൊക്കെ വരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പം നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇപ്പം 100 ഏക്കർ ഉണ്ട്, 100 ഏക്കർ കൊടുക്കാമെന്ന് പറയുമ്പം അപ്പോൾ അതിൽ തന്നെ ഒരു 50% പ്രോസസ്സിങ്ങും 50% നോൺ പ്രോസസ്സിങ്ങും ആയിരിക്കും. പല കമ്പനികളും, വലിയ കമ്പനികൾ, ഇപ്പോൾ HCL പോലുള്ള കമ്പനികൾ പോലും ടെക്നോ പാർക്കിൽ ഫേസ് 3 ലാൻഡ് എടുക്കാൻ വന്നിട്ട് പിന്നെ അവർക്ക് നോൺ പ്രോസസ്സിംഗ് ഏരിയ മാത്രം മതി എന്ന് പറഞ്ഞു, SEZ വേണ്ടാന്ന് പറഞ്ഞിട്ട് സ്ഥലം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ അതിന്റെ അട്രാക്ഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് കുറച്ച് അട്രാക്ഷൻ കുറച്ച് കുറഞ്ഞു വരുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട് നമ്മൾ. സർ, അതുപോലെ ഇപ്പോൾ പുതിയ ഓൺടർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ടെക്നോ പാർക്കിൽ ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവിൽ തന്നെ. ഇടയ്ക്ക് ഒരു വാർത്ത, അതായത് ഇപ്പോൾ ആര്യൻ ഇൻഫോടെക് പോലുള്ള കമ്പനികൾ എംപ്ലോയീസിൽ നിന്ന് പണം പിരിച്ചു, കുറച്ച് നാൾ അത് ഓടുന്നു, അത് കഴിഞ്ഞിട്ട് കമ്പനി പൂട്ടുന്നു. ഇത്തരം ഫേക്ക് കമ്പനീസ് അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ തകർന്നു പോകുന്ന കമ്പനീസ് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അതിന് അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കാറുള്ളത്? ഇതും ഇപ്പം നമ്മളെല്ലാം നല്ലതെന്ന് പറയാൻ നിൽക്കില്ല. ഇപ്പം എല്ലാം നല്ലതിനും ചില മോശമായ വശങ്ങളൊക്കെ ഉണ്ടാവും. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം വലിയ കമ്പനികളല്ല അത് ചെയ്യുന്നത്. നമുക്ക് ചെറിയ ചെറിയ കമ്പനികൾ, ടെക്നോ പാർക്കിൽ ഇൻക്യുബേറ്ററിൽ തന്നെ വരുന്ന കമ്പനികളും ഞങ്ങളുടെ സ്മാർട്ട് ബിസിനസ് ഉണ്ട്, അതിൽ വരുന്ന കമ്പനികളും പല കമ്പനികളും ഈ തരത്തിൽ ചില പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ കൂട്ടി പോകേണ്ടി വന്നിട്ടുണ്ട്, ഇതിനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇൻക്യുബേഷനിൽ ഞങ്ങളുടെ ഒരു കമ്പനി വരുമ്പോൾ ഞങ്ങൾ കമ്പനിയോട് വളരെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്കൊരു ഇതൊരു ടെക്നോളജി ബേസ് വേണം, ഒരു ടെക്നോളജി ഐഡിയ വേണം, ഒരു ടെക്നോളജി പ്രോഡക്റ്റ് വേണം. IT ആണെങ്കിലും ഇലക്ട്രോണിക്സിലാണെങ്കിലും ഈ ടെക്നോളജി പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് നമ്മൾ അതിൻ്റെ റിസർച്ച് വരും, ഡെവലപ്മെൻറ്റ് വരും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് വരും, പുതിയൊരു പ്രോഡക്റ്റിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ തരത്തിൽ ടെക്നോളജി ബേസ് ഉള്ള കമ്പനികളായിരിക്കണം എന്ന് നമ്മൾ പറയും. ഈ പല കുട്ടികളും ഈ കമ്പനി തുടങ്ങി വരുമ്പോൾ അവർ ഈസി മണിയാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇല്ലെങ്കിലും ബിസിനസ് സർവീസ് മതി, ബിസിനസ് സർവീസ് മാത്രം ചെയ്യുന്ന കുറേ കമ്പനികളുണ്ട്. ഇപ്പോൾ ഇവരുടെ പ്രധാന ലക്ഷ്യം എനിക്കൊരു കമ്പനി തുടങ്ങണം. പലരും ഫണ്ട് ചെയ്യാൻ ആൾക്കാർ കാണും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഞാൻ കമ്പനി തുടങ്ങിക്കളയാം, ഇന്നയാൾ ഫണ്ട് തരും, എനിക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ട് ഈ സർവീസ് മാത്രം, ഇപ്പം വെബ് ഡെവലപ്മെൻറ്റ്, ഇപ്പം കുറേ ആൾക്കാരെ പിടിച്ചിട്ട് കുറേ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക, അതുപോലുള്ള ഈ വളരെ സർവീസ് ഓറിയൻറ്റഡ് മാത്രമുള്ള കുറേ കമ്പനികൾ വരും. ഇവർ ഉദ്ദേശിക്കുന്ന പോലെ ഒരു 10 പേരെ എംപ്ലോയീസ് എടുത്ത് വെച്ചിട്ട് പിന്നെ കുറേ ഓർഡേഴ്സ് കിട്ടും, 10-20 വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യും. ഇത് എല്ലാ കാലത്തും ഈ ഒരു ബിസിനസ് കൊണ്ട് നമുക്ക് തുടർന്നു പോകാൻ പറ്റില്ല. അപ്പോൾ കുറേ കാലം ഈ സോഴ്സ് നിൽക്കുമ്പോൾ ഇപ്പം കുറേ നാൾ നമുക്കിത് കിട്ടിയില്ലെങ്കിൽ വേറെ എന്ത് ചെയ്യണമെന്ന് ഇവർ ആലോചിക്കും. അപ്പോൾ ഈസി മണി മേക്കിംഗ് എന്നുള്ളൊരു ഇതിൽ ട്രെയിനിങ്ങിലേക്ക് പോകും. അവിടെയാണ് കുഴപ്പമുണ്ടാകുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിലാണെങ്കിൽ ഞങ്ങൾ വളരെ കാര്യമായിട്ട് ഇവരെ വിളിച്ച് ഉപദേശിക്കാറുണ്ട്. അല്ല, എന്തെങ്കിലും തരത്തിൽ ഇവർ അതിലേക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾ പറയും ട്രെയിനിങ് പോകരുത്, ട്രെയിനിങ് എന്നോട് ബാൻഡാണ്. ട്രെയിനിങ് ബാൻഡാന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിന് വേണ്ടിയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാകും. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് പേരെ എടുത്ത് ട്രെയിൻ ചെയ്തു, അപ്പം ഈ കോളേജിലെ സ്റ്റുഡൻസ് പ്രോജക്റ്റിന് വരും, അപ്പം പിന്നെ ആ പ്രോജക്റ്റ് ട്രെയിനിങ്ങിലേക്ക് മാറും. ഒരു പ്രോജക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് 20,000 രൂപ അവർക്ക് കിട്ടും ഒരു കുട്ടിയുടെ. 100 കുട്ടികളെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് പുറത്തു നിന്നും മറ്റേ നല്ല 2 പ്രോജക്റ്റ് കിട്ടുന്നതിന് പകരം അതിൽ കൂടുതൽ ഇൻഫ്ലോ നമുക്ക് ഈ ഫണ്ട് കിട്ടുന്ന ഒരു ഇതിലേക്ക് മാറും. അപ്പം ഇങ്ങനെ ആയിട്ട് ആളെ കൂടുതൽ കിട്ടാൻ വേണ്ടി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയും. അപ്പം ജോബ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, കാരണം ഇപ്പം 10 പേരെ എടുക്കുകയാണ്, ട്രെയിനിങ് എടുക്കുകയാണ്, ട്രെയിനിങ് കഴിഞ്ഞിട്ട് ജോബ് അഷ്യൂർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ് ചെയ്തിട്ട് എടുക്കും. ചെയ്യാൻ പറ്റില്ല, അത് ഒരിക്കലും പറ്റില്ല. ഇത് കഴിയുമ്പോൾ ട്രെയിനിങ് കഴിയുമ്പോൾ ഇവരെ പറഞ്ഞു വിടും, പിന്നെ ഇത് പ്രശ്നമാകും, അവർ കൊണ്ട് കേസ് കൊടുക്കും. ഇങ്ങനെ കുറേ കമ്പനികൾക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഏതെങ്കിലും കമ്പനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ആൾക്കാർ പരാതി പറയും. ഇപ്പം പലരും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എടുത്തിട്ട് റിക്രൂട്ട്മെന്റ് വരെ ചെയ്യുന്നുണ്ട്. ഇതിനകത്തിരുന്നിട്ട് ജോലി കിട്ടുന്നുള്ള ഉറപ്പ് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്കാർക്കും ഈ ഉറപ്പൊന്നും പാലിക്കാൻ പറ്റില്ല. കാരണം ഒരു കമ്പനി ഇങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കമ്പനിയും ഒരു ചെറിയ കമ്പനിയൊന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പനികളെ ഒരിക്കലും ഏജൻസി ആയിട്ട് വെക്കാറില്ല. കാരണം എല്ലാ വലിയ കമ്പനികൾക്കും നല്ല കമ്പനികൾക്കെല്ലാം അവരുടേതായ റിക്രൂട്ട്മെന്റ് സംവിധാനമുണ്ട്, HR സിസ്റ്റം ഉണ്ട്, അതിൽ കൂടെ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഫേക്കാണെന്ന് ആൾക്കാർ മനസ്സിലാക്കുകയും ഇതിലേക്ക് വീഴാതെ നോക്കുകയും ചെയ്യേണ്ടത്
നമ്മുടെ ആൾക്കാരുടെ ഒരു കടമയാണ്. അതിന് പകരം എവിടെയെങ്കിലും അഡ്വർടൈസ്മെന്റ് കണ്ടാണെങ്കിൽ ആൾക്കാർ ഓടി വന്ന് പൈസ കൊടുക്കാനുണ്ട്. ഇതാണ് ഈസി മണി ഞാൻ പറഞ്ഞത്. പൈസ കൊടുക്കാനുണ്ട്. നമ്മൾ പറയുകയാണ് പിന്നെ കമ്പനിയാണ് അത്. നമ്മൾ എന്നെ ഒരാൾ വെച്ച് ചോദിച്ചിരിക്കട്ടെ, ഞാൻ പറയാം അത് ശരിയല്ല, അവിടെ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടില്ല, സമ്മതിക്കില്ല. എത്ര നമ്മൾ പറഞ്ഞാലും കേൾക്കാതെ 2 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ട് അവിടെ പൈസ കൊണ്ട് കൊടുത്തിട്ട് ട്രെയിൻ ചെയ്യും. എന്നിട്ട് പിന്നെ ട്രെയിനിങ് കഴിയുമ്പോൾ ജോലി കിട്ടില്ല, നമ്മുടെ അടുത്ത് തിരിച്ച് വീണ്ടും പരാതി പറയും. അപ്പോൾ ഈ തരത്തിൽ അപ്പം ഇതിങ്ങനെ കുറേ പരാതിയാകുമ്പോൾ കുറേ പോലീസ് കേസുകാകുമ്പോൾ കമ്പനി കൂട്ടിയിട്ട് വരും പോകും. അപ്പോൾ ഈ തരത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ടെക്നോ പാർക്കിൽ നടക്കുന്നത്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അനുസരിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ ടെക്നോ പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയുള്ളൂ. അതിൽ പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്ത പല കാര്യങ്ങളും ഇപ്പം അവിടെ പിന്നെ ഈ കോർപ്പറേഷൻ്റെ ആറ്റിപ്ര വാർഡുമായിട്ട് യോജിച്ചിട്ട് കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഞങ്ങൾക്ക് ഈ ടെക്നോ പാർക്കിൻ്റെ അകത്തൂടെ തന്നെ തെറ്റിയാർ എന്ന് പറഞ്ഞിട്ട് ഇത് സാമാന്യം വലിയൊരു തോടാണ്. ഈ തോട് കടന്നു പോകുന്നുണ്ട്. അപ്പം പല ഭാഗങ്ങളിൽ നിന്നും പിന്നെ ഈ തോടിലേക്ക് മാലിന്യങ്ങൾ വരുന്നുണ്ട്. അത് മാലിന്യം പിന്നെ ആൾക്കാർ കൊണ്ട് ഇടുന്നതുണ്ട്. പല സ്ഥലത്ത് ഇപ്പം പിന്നെ മാലിന്യം ഒഴുകി വരുന്നതുണ്ട്. ഈ പിന്നെ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് കെട്ടി പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ കൊണ്ട് കെട്ടിയിടുന്ന അവസ്ഥ പല സ്ഥലത്തും വരുന്നുണ്ട്. ഇങ്ങനെ ആ തോട് മൊത്തം മലിനമായിരുന്നു. അപ്പം ഞങ്ങൾ കോർപ്പറേഷനുമായിട്ട് യോജിച്ചിട്ട് ആ തോട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ടെക്നോ പാർക്ക് തന്നെ ഞങ്ങളുടെ CSR ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ പിന്നെ അകത്ത് ഇപ്പം പ്ലാസ്റ്റിക് പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് മുക്ത പിന്നെ ക്യാമ്പസ് എന്നുള്ള രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യം ഇടാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് അതിന് ഒത്തിരി ബോധവൽക്കരണ പരിപാടികൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഗ്രീനിങ്ങിന്റെ പാർട്ടായിട്ട് എല്ലാ വർഷവും പിന്നെ സോഷ്യൽ മീഡിയകളുമായിട്ട് ചേർന്നിട്ട് അല്ല ഇത് സന്നദ്ധ സംഘടനകളായിട്ട് ചേർന്നിട്ട് ഈ ടെക്നോ പാർക്കിന്റെ കമ്പനികൾക്കകത്ത് തന്നെ ചെറിയ ഈ സന്നദ്ധ സംഘടനകളുണ്ട്. ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കൂടുന്നുണ്ട്. ഇവരുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ഈ ഗ്രീനിങ് പറഞ്ഞ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടി എല്ലാ വർഷവും പിന്നെ കമ്പനികൾ തന്നെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾ തന്നെ ഒരു 10-500-1000 മരങ്ങൾ ഇപ്പം നമുക്ക് ടെക്നോ പാർക്ക് എല്ലാം കൂടെ ഒരു 10-900 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം കൂടെ നമുക്ക് ഇപ്പം പിന്നെ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ 4 ക്യാമ്പസാണുള്ളത്. 4 ഫേസസ് ആണ്. ഇപ്പം ഇരിക്കുന്ന ഫേസ് 1, പിന്നെ ഇൻഫോസിസും UST ഗ്ലോബൽ എല്ലാം കൂടെ ഇരിക്കുന്ന ആ 2 കമ്പനിയുടെ ഇരിക്കുന്ന ഫേസ് 2, പിന്നെ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ 1-3 ഇടയ്ക്ക് ഒരു സാൻഡ്വിച്ച് പിന്നെ ഫേസ് ആയിട്ട് ഫേസ് 3 ഉണ്ട്. പിന്നെ മംഗലപുരത്ത് പള്ളിപ്പുറം അവിടെ ഫേസ് 4 ടെക്നോ സിറ്റി എന്ന് പറയും. പിന്നെ കൊല്ലത്ത് ഫേസ് 5 ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഈ സ്ഥലത്തെല്ലാം പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അപ്പം ഈ ഗവൺമെന്റ് തന്നെ പോളിസി പറഞ്ഞു ഒരു മരം വെട്ടിയാൽ 10 മരം വെക്കണം എന്നുള്ളതാണ്. നമ്മളതിന് പകരം ഈ മരം വെട്ടാതെ തന്നെ അതിന് പകരം 100 കണക്കിന് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം CSRന്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. തീർച്ചയായിട്ടും ടെക്നോ പാർക്ക് CFOയെ കിട്ടി ഈ ഒരു അവസരത്തിൽ ഇനി ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ബാക്കി വെച്ചിട്ടാണ് സമയപരിമിതി മൂലം ഈ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നത്. എങ്കിലും ഒരു ചോദ്യം കൂടി. ഇപ്പോൾ ഫേസ് 5-ൽ നിൽക്കുന്ന ടെക്നോ പാർക്ക് സാർ പറഞ്ഞതുപോലെ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വളരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഗ്രോത്ത് ഇനിയും നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. സാറിനെ പോലുള്ള ആൾക്കാരുടെ ഒരു വിഷനാണ് ഇന്ന് വരെ ഉള്ള ടെക്നോ പാർക്കിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു കാരണം. ഇനി ടെക്നോ പാർക്ക് മുന്നോട്ട് എങ്ങനെ അതും കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സാർ. നമുക്കൊരു 2020 വിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 2020 ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ 8 വർഷമുണ്ട്, 7 വർഷമുണ്ട്. ഇപ്പം ഈ 7 വർഷം കൊണ്ട് ടെക്നോ പാർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ ടെക്നോ പാർക്കിൻ്റെ 5 ഫേസും ഫുൾ ഫ്ലഷ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഇവിടുത്തെ ഒരു എംപ്ലോയ്മെന്റ് വിസ്ഫോടനമൊക്കെ ഉണ്ടാവാം. 50,000-ന് പകരം 5 ലക്ഷം എംപ്ലോയ്മെന്റ് നമുക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് വരികയും അതിൻ്റെ ഒരു 4 ഇരട്ടി 20 ലക്ഷം ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് കഴക്കൂട്ടത്തിന് ആണെങ്കിൽ ഒരു സാറ്റലൈറ്റ് സിറ്റി എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ട്. ഇത് സാറ്റലൈറ്റ് സിറ്റി ആയിരിക്കില്ല, തിരുവനന്തപുരം സിറ്റി കഴക്കൂട്ടത്തേക്ക് മാറുകയും ഇപ്പോഴത്തെ തിരുവനന്തപുരം സിറ്റി സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് മാറുകയും ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ തീർച്ചയായിട്ടും വരും. അപ്പോൾ ആ തരത്തിൽ നമുക്ക് ഈ 20 ലക്ഷം ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റും 5 ലക്ഷം ഡയറക്റ്റ് എംപ്ലോയീസും 5 ലക്ഷം ഡയറക്റ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം ഫാമിലീസ് ഈ കഴക്കൂട്ട് ഏരിയയിലേക്ക് വരാൻ പോവുകയാണ്. പിന്നെ മറ്റു ഈ ടെക്നോ പാർക്ക് കൂടാതെ മറ്റു പാർക്കുകളും വരുന്നുണ്ട്. കിൻഫ്രയുടെ 2-3 പാർക്കുകളുണ്ട്. പുതിയ നോളജ് പാർക്ക് വരുന്നു. അതേപോലെ ഈ പിന്നെ അതുപോലെ ഒരു പുതിയ സയൻസ് പാർക്ക്, വേറെ സയൻസ് പാർക്കല്ല, ഒരു ബയോടെക്നോളജി പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാർക്കുകളെല്ലാം കൂടെ വരുമ്പോഴത്തേനും പാർക്കിന്റെ ഒരു സമുച്ചയമായിട്ട് നമ്മൾ പണ്ട് IT കോറിഡോർ പറഞ്ഞതിന് പകരം ഇപ്പോഴൊരു പാർക്ക് കോറിഡോറായിട്ട്, പാർക്കുകളുടെ ഒരു കോറിഡോറായിട്ട് ഈ ഇവിടെ നമ്മുടെ കോവളം മുതൽ ഏതാണ്ട് ആറ്റിങ്ങൽ വരെയുള്ള ഭാഗങ്ങൾ വികസിച്ചു വരും. അപ്പോൾ ആ 2020 ആകുന്നതോടെ
നമുക്ക് കേരളത്തിനെ പ്രതിച്ഛായതിനെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന തരത്തിൽ പുതിയ പാർക്കുകളും ഇവിടെ ടെക്നോ പാർക്ക് മാത്രമല്ല, ഇപ്പം നമുക്ക് എല്ലാ ജില്ലകളിലും നമ്മുടെ ഒരു ഭാവന അതാണ്. പിന്നെ ഇപ്പം 3 ഹബ്ബ് പാർക്കുകളാണ്, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. അതിൻ്റെ കീഴിൽ എല്ലാ ജില്ലകളിലും നമുക്ക് ജില്ലാ തല പാർക്കുകൾ വരും, ചെറിയ പാർക്കുകൾ, സ്പോക്ക് മോഡൽ പാർക്ക്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ മൊത്തത്തിൽ കേരളം ഇപ്പം നമ്മൾ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് കാണുന്ന അതേ അവസ്ഥയിൽ കേരളം മൊത്തം ഒരു പാർക്കായിട്ട് വരികയും മൊത്തം ഇത്ര എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറം കേരളം വളരുകയും കേരളത്തിൻ്റെ എക്കണോമി വളരുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. തീർച്ചയായും ആ പ്രതീക്ഷ, ആ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ. കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കൂടുതൽ FDI വരട്ടെ. ടോട്ടൽ ഈ പറഞ്ഞ പോലെ കേരളം 2020 കേരളം മാത്രമല്ല ഇന്ത്യയും ഡെവലപ്പ് ചെയ്യട്ടെ. നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ വിഷൻ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും വിഷൻ ചേർന്ന് 2020 യാഥാർത്ഥ്യമാകട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, വിഷ് ചെയ്യുന്നു. താങ്ക് യു സർ. താങ്ക് യു.